Today we are going to study what are the main characteristics and functions of a family. First of all, we can see what are the characteristics of family. The traditional family had the following characteristics as highlighted by studies done by sociologists and anthropologists. The first characteristic is universality. ദ യൂണിവേഴ്സാലിറ്റി, സാർവഭൗമികത്വം, എല്ലായിടത്തും ഒരേപോലെയുള്ള ഒരു സംഗതി യൂണിവേഴ്സാലിറ്റി. ലോകത്തിൽ നമ്മൾ ഏത് സ്ഥലത്തേക്ക് നോക്കിയാലും അവിടെ പെർമനൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഫാമിലി എന്നുള്ളത്. ദ ഫാമിലി ഈസ് യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഇറ്റ് വാസ് ഫൗണ്ട് ഇൻ മെനി സിംപ്ലർ സൊസൈറ്റീസ്. In advanced societies, the whole social structure is built of family units. അപ്പോൾ പുതിയതായാലും പഴയതായാലും പുരാതനമായാലും ആധുനിക കാലമായാലും എപ്പോഴും ഉള്ള എല്ലായിടത്തുമുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഫാമിലി. ദാറ്റ് ഈസ് ഫാമിലി ഈസ് എ യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. According to McIver, it is found in all societies at all stages of social development. സോഷ്യൽ ഡെവലപ്മെൻറ്റിൻ്റെ ഏത് സ്റ്റേജിൽ നോക്കിയാലും ഏത് സൊസൈറ്റിയിലായാലും എല്ലായിടത്തും കാണുന്ന ഒരു വാസ്തവികതയാണ് ഫാമിലി എന്നുള്ളത്. ആൻഡ് എക്സിസ്റ്റ് ഫാർ ബിലോ ദ ഹ്യൂമൻ ലെവൽ എമംഗ് മെറിഡ് സ്പീസീസ് ഓഫ് ആനിമൽസ്. എവരി ഹ്യൂമൻ ബീയിങ് ഈസ് എ മെമ്പർ ഓഫ് സം ഫാമിലി. നമ്മൾ നോക്കുകയാണെങ്കിൽ എല്ലാ ഹ്യൂമൻ ബീയിങ്സും ഏതെങ്കിലും ഒരു കുടുംബത്തിലെ അംഗമായിരിക്കും. അതുകൊണ്ട് എവരി ഹ്യൂമൻ ബീയിങ് ഈസ് എ മെമ്പർ ഓഫ് സം ഫാമിലി. ദാറ്റ് ഈസ് വൈ വി ആർ കോൾഡ് ഗിവിങ് ദ ഫസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ആസ് യൂണിവേഴ്സാലിറ്റി. എല്ലായിടത്തും ഉള്ള ഒരു കാര്യം. സെക്കൻഡ്, പെർമനൻ്റ് റിലേഷൻ ബിറ്റ്വീൻ ഹസ്ബൻഡ് ആൻഡ് വൈഫ്. ഫാമിലിയിൽ നോക്കിയാൽ ദർ ഇസ് എ പെർമനൻ്റ് റിലേഷൻ ബിറ്റ്വീൻ ഹസ്ബൻഡ് ആൻഡ് വൈഫ് നമുക്ക് കാണാൻ പറ്റും. ദ ഫാമിലി ഈസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ഓഫ് ദ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആൻഡ് ദെയർ ചിൽഡ്രൻ. ഫാമിലി എന്ന് പറഞ്ഞാൽ അതെന്തെല്ലാം ചേർന്നതാണ്? ദ ഫാമിലി ഈസ് കോൺസ്റ്റിറ്റ്യൂട്ട് ഓഫ് ദ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആൻഡ് ദെയർ റിലേഷൻ ഓഫ് സം കൈൻഡ് ഈസ് എസ്റ്റാബ്ലിഷ്ഡ് ബിറ്റ്വീൻ മാൻ ആൻഡ് വുമൺ is the main characteristics of traditional family. ഇനി ട്രഡീഷണൽ ഫാമിലിയിലേക്ക് നമ്മൾ നോക്കിയാൽ എ പെർമനൻ്റ് റിലേഷൻ ഓഫ് സം കൈൻഡ് ഈസ് എസ്റ്റാബ്ലിഷ്ഡ്. അവിടെ ഒരു പെർമനൻ്റ് റിലേഷൻഷിപ്പ് കാണാൻ പറ്റും മാനും വുമണും തമ്മിൽ. That is the main characteristics of the traditional family. This relation is considered as imperative for the nurturing and socialization of children. ഇതുപോലെയുള്ള ഒരു പെർമനൻ്റ് റിലേഷൻഷിപ്പ് ഈസ് വെരി നെസസറി ഫോർ ദ നർച്ചറിങ് ആൻഡ് സോഷ്യലൈസേഷൻ ഓഫ് ചിൽഡ്രൻ. അപ്പോൾ കുടുംബത്തിലെ കുട്ടികളെ വിദ്യാഭ്യാസം ചെയ്യിക്കുക, അതുപോലെ സോഷ്യലൈസ് ഇതാക്കുക, നന്നായിട്ട് പരിപാലിക്കുക, ഇതിനെല്ലാം ഈ പെർമനൻ്റ് റിലേഷൻഷിപ്പ് ഈസ് വെരി എസെൻഷ്യൽ. So the second characteristics of a family is permanent relation between husband and wife. Then the third characteristics is sexual relation as the basis of family. ഏത് ഫാമിലി ആയാലും ആ ഫാമിലിയുടെ ബേസ് എന്ന് പറഞ്ഞാൽ സെക്ഷുവൽ റിലേഷൻ. ദ ഫാമിലി റെസ്റ്റ് ഓൺ സെക്ഷുവൽ റിലേഷൻ ബിറ്റ്വീൻ ഹസ്ബൻഡ് ആൻഡ് വൈഫ്. അപ്പോൾ ഒരു ഫാമിലി എന്ന് പറയുന്നത് അത് സ്ഥിതി ചെയ്യുന്നത് സെക്ഷുവൽ റിലേഷൻ ബിറ്റ്വീൻ ഹസ്ബൻഡ് ആൻഡ് വൈഫിലാണ്. ഇൻ ദ ട്രഡീഷണൽ അണ്ടർസ്റ്റാൻഡിങ് മാരേജ്, സെക്ഷുവൽ റിലേഷൻ ആൻഡ് ഫാമിലി വെർ കൺസിഡേർഡ് ആസ് കോംപ്ലിമെൻ്ററി. അപ്പോൾ പുരാതന ഫാമിലി ഇൻ ദ ട്രഡീഷണൽ അണ്ടർസ്റ്റാൻഡിങ് മാരേജിനെ കുറിച്ച് നമ്മൾ പുരാതന കാലത്തെ രീതിയെ കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ സെക്ഷുവൽ റിലേഷൻ ആൻഡ് ഫാമിലി വെർ കൺസിഡേർഡ് ആസ് കോംപ്ലിമെൻ്ററി. അവിടെ സെക്ഷുവൽ റിലേഷനും മാരേജിലൂടെയുള്ള സെക്ഷുവൽ റിലേഷൻ ആൻഡ് ഫാമിലി that were considered as complementary. രണ്ടും പരസ്പര പൂരിതങ്ങളാണ്. മാരേജ് is very necessary for family's existence and family is also very necessary for marriage. So both are complementary to each other. In other words, marriage of man and woman is institutionalized for legitimacy of sexual relation for procreation of offspring. അപ്പോൾ സന്താനങ്ങളെ ജനിപ്പിക്കാൻ വേണ്ടിയിട്ട് സൊസൈറ്റിയുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് ഇതുപോലെയുള്ള ഫാമിലീസും അതുപോലെ മാരേജും വളരെ അത്യന്താപേക്ഷിതമായിട്ടുള്ള കാര്യങ്ങളാണ്. ദിസ് ലെഡ് ടു ദ ഫോർമേഷൻ ഓഫ് എലിമെൻ്ററി ഫാമിലി, ദ ബേസിക് യൂണിറ്റ് ഓഫ് സൊസൈറ്റി. അതുകൊണ്ട് തന്നെയാണ് ഫാമിലി ഈസ് ദ ബേസിക് യൂണിറ്റ് ഓഫ് സൊസൈറ്റി എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഫോർത്ത് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ സിഗ്നേച്ചർ ഓഫ്
significance of blood relations. Blood relations in the pratyagata. In the traditional family, blood was substance of utmost importance. Blood relation was utmost important ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു ട്രഡീഷണൽ ഫാമിലിയിൽ. ഓൾ ദോസ് കണക്റ്റഡ് ടു സെയിം ബ്ലഡ് വെർ റിഗാർഡഡ് ആസ് മെമ്പർ ഓഫ് ദ സെയിം ഫാമിലി. ഒരേ ബ്ലഡിലുള്ളവർ, ഒരേപോലെ തന്നെ ഒരു കുടുംബത്തിലുള്ളവർ, ഒരേ കുടുംബത്തിലെ അംഗങ്ങളെ വളരെ നന്നായിട്ട് തന്നെ കൺസിഡർ ചെയ്തിരുന്നു. ഇൻ അതർ വേർഡ്സ്, ഓൾ മെമ്പേഴ്സ് ഓഫ് എ ഫാമിലി ആർ ഡിസെൻഡന്റ് ഓഫ് ദ സെയിം ancestors. നമ്മൾ ഇനി വേറൊരു വാക്കി പറയുകയാണെങ്കിൽ, ഇൻ അതർ വേർഡ്സ്, ഓൾ മെമ്പേഴ്സ് ഓഫ് എ ഫാമിലി, ഒരു കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും ആർ ഡിസെൻഡന്റ് ഓഫ് ദ സെയിം ancestors. ഒരേ പൂർവികന്മാരുടെ പിന്തുടർച്ചക്കാരാണ് ഒരേ കുടുംബത്തിലെ അംഗങ്ങൾ എന്ന് പറയാം. That is, blood was substance of utmost importance, and all those connected to same blood, they were regarded as the member of the same family. Next characteristics is financial and economic sharing of responsibility. In a traditional family, the financial and economic responsibility is shared among the members. But traditional പുരാതന ഫാമിലിയെ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും ഫിനാൻഷ്യൽ ആൻഡ് എക്കണോമിക് റെസ്പോൺസിബിലിറ്റി അതെല്ലാം അവിടുത്തെ മെമ്പേഴ്സ് പരസ്പരം ഷെയർ ചെയ്താണ് നടത്തിയിരുന്നത്. ദാറ്റ് ഈസ് ദോസ് കൺസിഡേഴ്സ് as ഏണിംഗ് മെമ്പേഴ്സ് ടേക്ക് കെയർ ഓഫ് ദ നോൺ ഏണിംഗ് മെമ്പേഴ്സ് ഓഫ് ദ ഫാമിലി. അപ്പോൾ ഒരു ഫാമിലി ആകുമ്പോൾ, പുരാതന ഫാമിലി, ഏത് ഫാമിലി എടുത്താലും അവിടെ ഏണിംഗ് മെമ്പേഴ്സും ഉണ്ടാവും, നോൺ ഏണിംഗ് മെമ്പേഴ്സ് ഉണ്ടാവും. അപ്പോൾ കുട്ടികളൊന്നും ജോലിയൊന്നും ആയിട്ടുണ്ടാവില്ല. അതുപോലെ സഹോദരങ്ങളിൽ ചിലവർക്ക് ജോലി ഉണ്ടാവും, ചിലവർക്ക് ജോലിയില്ല. അപ്പോൾ അങ്ങനെ വരുന്ന സന്ദർഭങ്ങളിലൊക്കെ ഏണിംഗ് മെമ്പേഴ്സ് take care of the other non-earning members also. In traditional setup, this sharing of responsibility was on the basis of sexual division of labor. Men were assumed as breadwinner and hence went out to earn livelihood. അപ്പോൾ പുരാതന ഫാമിലിയെ നോക്കിയാൽ അവിടെ ബ്രെഡ് വിന്നറായിട്ട് നമ്മൾ പുരുഷന്മാരെയും വീട്ടുകാര്യങ്ങൾ നോക്കുന്നത് സ്ത്രീകളായിട്ട് ആണ് കണ്ടിരുന്നത്. അപ്പോൾ ആ സന്ദർഭങ്ങളിലൊക്കെ in traditional setup, this sharing of responsibility was on the basis of sexual division of labor. Men were assumed as breadwinner and hence went out to earn livelihood. The women were assigned to the domestic spheres. അപ്പോൾ വീട്ടു കാര്യങ്ങൾ നോക്കുന്നത് സ്ത്രീകളും പുറത്തെ ജോലിക്കാര്യങ്ങൾ, തൊഴിൽപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നത് പുരുഷന്മാരും. അങ്ങനെയായിരുന്നു. ഇനി കോമൺ ഹാബിറ്റേഷൻ വേറൊരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഫാമിലിയുടെ കോമൺ ഹാബിറ്റേഷൻ. ഇറ്റ് വാസ് assumed that all members of a family shared a common habitation. എല്ലാവർക്കും പൊതുവായിട്ടുള്ള ഒരു വാസസ്ഥലമാണ് ഒരു കുടുംബത്തിലെ അംഗങ്ങൾക്കുള്ളത്. ദാറ്റ് ഈസ് സ്റ്റേഡ് ടുഗെദർ ഇൻ വൺ റെസിഡൻസ്. ഒരു സ്ഥലത്ത് തന്നെ എല്ലാവരും, ഒരു വീട്ടിലുള്ള എല്ലാവരും ഒന്നിച്ച് താമസിക്കുന്നത്. ദ കോമൺ ഹാബിറ്റേഷൻ ഹെൽപ്ഡ് മെമ്പേഴ്സ് ഇൻ ഷെയറിങ് എക്കണോമിക് റെസ്പോൺസിബിലിറ്റി. കോമൺ ഹാബിറ്റേഷൻ തന്നെയാണ് എക്കണോമിക് റെസ്പോൺസിബിലിറ്റി ഷെയർ ചെയ്യാൻ അവരെ സഹായിക്കുന്നത്. നെക്സ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ സിസ്റ്റം ഓഫ് ഇന്ററാക്ഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ. The family is composed of persons who interact and communicate with each other in their social roles such as husband and wife, mother and father, son and daughter. അപ്പോൾ ഇവിടെ എല്ലാം ഇൻ്ററാക്ഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഫേസ് ടു ഫേസ് ഇൻ്ററാക്ഷനും കമ്മ്യൂണിക്കേഷനും ഉണ്ട്, വളരെ ക്ലോസ്. അതുകൊണ്ട് തന്നെയാണ് ഫാമിലീനെ നമ്മളൊരു പ്രൈമറി ഗ്രൂപ്പായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഫാമിലി ഈസ് കമ്പോസ്ഡ് ഓഫ് പേഴ്സൺസ് ഹു ഇൻ്ററാക്ട് ആൻഡ് കമ്മ്യൂണിക്കേറ്റ് വിത്ത് ഈച്ച് അതർ ഇൻ ദെയർ സോഷ്യൽ റോൾ സച്ച് ആസ് ഹസ്ബൻഡ് ആൻഡ് വൈഫ്, മദർ ആൻഡ് ഫാദർ, സൺ ആൻഡ് ഡോട്ടർ. ഏത് ഗ്രേഡിലായാലും അവിടെ വളരെ ക്ലോസ് ആയിട്ടുള്ള റിലേഷൻഷിപ്പാണുള്ളത്, ഫേസ് ടു ഫേസ് ഇൻ്ററാക്ഷനാണുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ അത് ഒരു പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഈ ഫാമിലിയുടെ. നെക്സ്റ്റ് വൺ, ഡിസ്റ്റിങ്ക്റ്റീവ് നോമൻക്ലച്ചർ. ഒരു കുടുംബത്തിന് ഒരു പ്രത്യേക പേരുണ്ടാവും, അതാണ് ഡിസ്റ്റിങ്ക്റ്റീവ് നോമൻക്ലച്ചർ. ഈച്ച് ഫാമിലി ഈസ് ഐഡൻറ്റിഫൈഡ് ഓൺ ദ ബേസിസ് ഓഫ് എ ഡിസ്റ്റിങ്ക്റ്റീവ് നോമൻക്ലച്ചർ, ദാറ്റ് ഈസ് ദ ഫാമിലി നെയിം. It was a common practice to take the name of the eldest male member as the family name. സാധാരണ ഒരു കോമൺ പ്രാക്ടീസ് ആണ് ആ കുടുംബത്തിലെ ഏറ്റവും മുതിർന്ന ആളുടെ പേര് ഫാമിലി നെയിമിനോട് വേരീസ് ഫ്രം സൊസൈറ്റി ടു സൊസൈറ്റി. ദ മോസ്റ്റ് കോമൺ വാസ് ദ വൺ ഫൗണ്ട് ഇൻ പാട്രിയാർക്കൽ ഫാമിലി. അപ്പോൾ ഈ പ്രാക്ടീസ് പല സൊസൈറ്റിയിലും പല രീതിയിലാണ്. അതിൽ മോസ്റ്റ് കോമൺ മെത്തേഡ് വാസ് വൺ ഫൗണ്ട് ഇൻ പാട്രിയാർക്കൽ ഫാമിലി. പാട്രിയാർക്കൽ ഫാമിലി എന്ന് പറഞ്ഞാൽ ആ ഫാമിലിയുടെ പ്രത്യേകത എന്താണ്? അവിടെ പുരുഷനാണ്
അധികാരം. അപ്പോൾ ആ പുരുഷൻ അധികാരമാകുമ്പോൾ തലമൂത്ത ആളുടെ ആ പേര് ആ കുടുംബനാഥന്റെ പേര് ആ കുടുംബത്തിന്റെ പേരായിട്ട് മാറാറുണ്ട്. നെക്സ്റ്റ് we have to see what are the functions of family. The family performs a wide range of functions in different society. Some of the most common functions of family are: first is satisfaction of sex needs. The first function of the family is satisfaction of sex needs. This is the essential function which the family performs. ഫാമിലി പെർഫോം ചെയ്യുന്നതിൽ ഏറ്റവും എസെൻഷ്യൽ ആയിട്ടുള്ള ഫങ്ഷനാണ് സാറ്റിസ്ഫാക്ഷൻ ഓഫ് സെക്സ് നീഡ്സ്. ദ സെക്സ് ഇൻസ്റ്റിക്ട് is the natural and biological urge of human beings. The satisfaction of sex desire requires that male and female should live together as husband and wife. അപ്പോൾ സെക്സ് ഇൻസ്റ്റിക്റ്റ്, ലൈംഗിക ഇതിനോടുള്ള ആ ആകർഷത ഈസ് ദ നാച്ചുറൽ ആൻഡ് ബയോളജിക്കൽ അർജ്. അതൊരു നാച്ചുറലും ബയോളജിക്കലും ആയിട്ടുള്ള അർജാണ്. അത് സാറ്റിസ്ഫൈ ചെയ്യുന്നത് ഫാമിലി കൂടിയാണ്. ദ സാറ്റിസ്ഫാക്ഷൻ ഓഫ് സെക്സ് ഡിസയേഴ്സ് റിക്വയേഴ്സ് ദാറ്റ് മെയിൽ ആൻഡ് ഫീമെയിൽ ഷുഡ് ലീവ് ടുഗെദർ ആസ് ഹസ്ബൻഡ് ആൻഡ് വൈഫ്. അപ്പോൾ ഈ ഡിസയറിൻ്റെ സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട് മെയിൽ ആൻഡ് ഫീമെയിൽ ഹാസ് ടു ലീവ് ടുഗെദർ. ഹെൻസ് ഫാമിലി ഈസ് ദ ഓൺലി പ്ലേസ് വെയർ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ക്യാൻ സാറ്റിസ്ഫൈ ദെയർ സെക്സ് ഇൻസ്റ്റിങ്ക്റ്റ്. അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും ഫാമിലിയാണ് ശരിക്കായിട്ടുള്ള ആ സ്ഥലം. ദാറ്റ് ഈസ് വെയർ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ക്യാൻ സാറ്റിസ്ഫൈ ദെയർ സെക്സ് ഇൻസ്റ്റിങ്ക്റ്റ്. Family satisfies sexual desires of male and female through the institution of marriage. ഫാമിലിയിൽ ഇതെങ്ങനെയാണ് സാറ്റിസ്ഫൈ ചെയ്യണ സെക്ഷൽ സാറ്റിസ്ഫാക്ഷൻ ഡിസയേഴ്സ്? മെയിലിൻ്റെയും ഫീമെയിലിൻ്റെയും സെക്ഷൽ ഡിസയേഴ്സ് satisfied through the institution of family. Marriage. Without family, the satisfaction of sex needs is impossible. അപ്പോൾ മാരേജിലൂടെ ഇവർ ഒന്നിക്കുന്നെങ്കിലും അവർക്ക് ഒരു പൊതുവായിട്ടുള്ള താമസ സ്ഥലം എന്ന് പറഞ്ഞാൽ ഫാമിലിയാണ് പ്രൊവൈഡ് ചെയ്യണത്. അപ്പോൾ വിത്തൗട്ട് ഫാമിലി ദ സാറ്റിസ്ഫാക്ഷൻ ഓഫ് സെക്സ് നീഡ്സ് ഈസ് ഇമ്പോസിബിൾ. The modern family satisfies sex instinct in a greater degree than the traditional family. Next function of the family is reproduction. The task of race perpetuation has always been an important function of the family. അപ്പോൾ സന്താനോൽപാദനം, റീപ്രൊഡക്ഷൻ, that is the important function of the family. An ongoing society must replace its members. അപ്പോൾ ഒരു സൊസൈറ്റിയിലേക്ക് നോക്കിയാൽ സൊസൈറ്റി ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. അവിടെ മനുഷ്യർ വലുതാകുന്നു, പ്രായമാകുന്നു, മരിച്ചു പോകുന്നു, മരിച്ചു കഴിഞ്ഞാൽ വീണ്ടും വേറെ ആളുകൾ ജനിച്ചു വരുന്നു, വളർന്നു വരുന്നു. അങ്ങനെ ഓൺഗോയിങ് സൊസൈറ്റി മസ്റ്റ് റീപ്ലേസ് ഇറ്റ്സ് മെമ്പേഴ്സ്. അതിൻ്റെ മെമ്പേഴ്സിനെ അങ്ങനെ റീപ്ലേസ് ചെയ്തുകൊണ്ടേയിരിക്കും. It primarily relies on the biological reproduction of its own members. അപ്പോൾ ഇതൊക്കെ it primarily relies on the biological reproduction of its own members. The family is an institution par excellence of the reproduction and the rearing of children. It secures a legitimate and responsible basis for procreation by regulating sexual behavior. ഇപ്പോൾ ഫാമിലിയിലാണ് ഈ റീപ്രൊഡക്ഷൻ എന്നുള്ള കാര്യങ്ങളും കുട്ടികളെ വളർത്തുക അതിനുശേഷം ആ കാര്യങ്ങളെല്ലാം നടക്കുന്നത് ഫാമിലിയാണ്. ഇറ്റ് സെക്യൂർസ് എ ലെജിറ്റിമേറ്റ് ആൻഡ് റെസ്പോൺസിബിൾ ബേസിസ് ഓഫ് പ്രൊക്രിയേഷൻ. സന്താനോൽപാദനം ലെജിറ്റിമേറ്റും റെസ്പോൺസിബിളും ആക്കി മാറ്റുന്നത് ഈ ഫാമിലി എന്നുള്ള സെറ്റപ്പിൽ കൂടിയാണ്. ഇറ്റ് പ്രൊവൈഡ്സ് കെയർ ആൻഡ് പേഴ്സണൽ പ്രൊട്ടക്ഷൻ ടു ദ ന്യൂലി ബോൺ ഹ്യൂമൻ ബീയിങ്സ് ആൻഡ് ചിൽഡ്രൻ. അപ്പോൾ ഒരു ഫാമിലിയിൽ കെയർ ആൻഡ് പേഴ്സണൽ പ്രൊട്ടക്ഷൻ കിട്ടുന്നു. അവിടെ പുതിയതായിട്ട് ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് എപ്പോഴും കെയർ നല്ല വേണ്ടത്ര കെയർ കിട്ടുന്നു, പേഴ്സണൽ പ്രൊട്ടക്ഷൻ കിട്ടുന്നു. ദ ന്യൂലി ബോൺ ഹ്യൂമൻ ബീയിങ്സ് ആൻഡ് ചിൽഡ്രൻ. തേർഡ് വൺ, ഓർഗനൈസിങ് പ്രൊഡക്ഷൻ ആൻഡ് കൺസപ്ഷൻ. അടുത്ത ഫങ്ഷനാണ് പ്രൊഡക്ഷൻ ആൻഡ് കൺസപ്ഷൻ, ഉൽപാദനവും അതുപോലെ ഉപഭോഗവും. ഇൻ പ്രീ ഇൻഡസ്ട്രീരിയൽ സൊസൈറ്റീസ് ദ എക്കണോമിക് സിസ്റ്റം ഈസ് ഡിപ്പെൻഡൻ്റ് ഓൺ ഈച്ച് ഫാമിലീസ് പ്രൊഡക്ഷൻ മച്ച് ആസ് ഓഫ് വാട്ട് ഈസ് ഇറ്റ് കൺസ്യൂംഡ്. അപ്പോൾ ദ എക്കണോമിക് സിസ്റ്റം ഈസ് ഡിപ്പെൻഡൻ്റ് ഓൺ ഈച്ച് ഫാമിലീസ് പ്രൊഡക്ഷൻ. അപ്പോൾ പ്രീ ഇൻഡസ്ട്രീരിയൽ സൊസൈറ്റിയിലല്ല എക്കണോമിക് സിസ്റ്റം എപ്പോഴും ഡിപ്പെൻഡ് ചെയ്തിരുന്നത് ഫാമിലി പ്രൊഡക്ഷനാണ്.
the family has been traditional means for securing the members with their consumption needs. ഇപ്പോൾ ഫാമിലിയിൽ തന്നെ അവിടെയുള്ള എന്തോരം അംഗങ്ങളുണ്ട്, അവർക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുക എന്ന കാര്യം കൂടി ഫാമിലിയിൽ ചെയ്യാനുണ്ട്. അതുകൊണ്ട് ഫാമിലി ഈസ് ഓർഗനൈസിങ് പ്രൊഡക്ഷൻ ആൻഡ് കൺസപ്ഷൻ. നെക്സ്റ്റ്, സോഷ്യലൈസേഷൻ ഓഫ് ചിൽഡ്രൻ. ഇതൊരു പ്രധാനപ്പെട്ട ഫങ്ഷനാണ്, സോഷ്യലൈസേഷൻ ഓഫ് ചിൽഡ്രൻ. സോഷ്യലൈസേഷൻസ് ഓഫ് ചിൽഡ്രൻ എന്ന് പറഞ്ഞാൽ ഒരു സമുദായത്തിനൊരു അല്ലെങ്കിൽ സൊസൈറ്റിക്ക് ഉപകാരപ്രദമായിട്ടും അനുയോജ്യമായിട്ടുള്ള വ്യക്തികളാക്കി കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കുക എന്നുള്ള ആ പ്രോസസ്സാണ് സോഷ്യലൈസേഷൻ. അപ്പോൾ സോഷ്യലൈസേഷൻ ഓഫ് ചിൽഡ്രൻ ഏറ്റവും കൂടുതൽ നടക്കുന്നത് ഫാമിലി കൂടിയാണ്. ദ ഫാമിലി ഈസ് റെസ്പോൺസിബിൾ നോട്ട് ഓൺലി ഫോർ റീപ്രൊഡ്യൂസിങ് family but also for ensuring that its children are encouraged to accept the lifestyle it favors, to master the skills it value and perform the work required. അപ്പോൾ ചെറുപ്പത്തിലെ തന്നെ കുട്ടികളുടെ വേണമെങ്കിൽ നമുക്ക് പറയാം, കുട്ടികളുടെ ആദ്യത്തെ സ്കൂൾ എന്ന് പറയുന്നത് അത് ഫാമിലിയാണ്. ഫാമിലിയിലാണ് കുട്ടികൾ ഒരു റെസ്പോൺസിബിൾ പേഴ്സണായിട്ട് വളരാനുള്ള എല്ലാ ഐഡിയയും അവന് കിട്ടുന്നത്. The family is responsible not only for reproducing family but also for ensuring that its children are encouraged to accept the lifestyle it favors. അപ്പോൾ ഏത് ലൈഫ് സ്റ്റൈല് ആ കുട്ടി സ്വീകരിച്ച് വളരണം, അപ്പോൾ അതിനൊക്കെ ബേസ് കൊടുക്കുന്നത് എപ്പോഴും ഫാമിലിയാണ്. അതുപോലെ തന്നെ ഏത് ജോലി വൊക്കേഷണൽ ഗൈഡൻസും കൊടുക്കുന്നുണ്ട്. ഓരോ കാര്യങ്ങൾ പാരൻസ് ചെയ്യുന്നത് കണ്ടിട്ട് അതുപോലെ കണ്ടു വളരാനായിട്ട്. ടു മാസ്റ്റർ ദ സ്കിൽസ് ഇറ്റ് വാല്യൂസ് ആൻഡ് പെർഫോം ദ വർക്ക് റിക്വയർഡ്. ദ സൊസൈറ്റി പ്രൊവൈഡ്സ് predictable social contexts within which its children are socialized, and the family is the unit for transmission from society to the new members. But next function, property transformation. The family acts as an agency for holding and transmission of property. ഇപ്പോൾ പ്രോപ്പർട്ടി സൂക്ഷിക്കുക, അത് കൈമാറ്റം ചെയ്യുക, ഇതെല്ലാം ചെയ്യുന്നതും ഫാമിലി കൂടിയാണ്. അപ്പോൾ ഫാമിലി ആക്ട്സ് ആസ് ആൻ ഏജൻസി, അതൊരു ഏജൻസിയെ പോലെയാണ് വർക്ക് ചെയ്യുന്നത്. ഫോർ ഹോൾഡിങ് ആൻഡ് ട്രാൻസ്മിഷൻ ഓഫ് പ്രോപ്പർട്ടി, സ്വത്ത് സൂക്ഷിക്കുക, സമ്പാദിക്കുക, അത് തലമുറക്ക് കൈമാറുക, ഈ കാര്യങ്ങളും ഫാമിലിയിലൂടെയാണ് നടക്കണം. മോസ്റ്റ് ഫാമിലീസ് അക്യുമുലേറ്റ് മച്ച് പ്രോപ്പർട്ടി സച്ച് ആസ് ലാൻഡ്, ഗുഡ്സ്, മണി ആൻഡ് അതർ ഫോംസ് ഓഫ് വെൽത്ത്. അപ്പം മിക്കവാറും എല്ലാ ഫാമിലീസും അക്യുമുലേറ്റ് മച്ച് പ്രോപ്പർട്ടി, കൂടുതൽ പ്രോപ്പർട്ടി അക്യുമുലേറ്റ് ചെയ്യും. സച്ച് ആസ് ലാൻഡ്, അത് ലാൻഡായിരിക്കാം, സാധനങ്ങളായിരിക്കാം, പണമായിരിക്കാം, അങ്ങനെ ഏതെങ്കിലും രീതിയിൽ ഇങ്ങനെ സമ്പത്ത് വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കും. എന്തിനു വേണ്ടിയാണ്? അതിൻ്റെ അവിടെയുള്ള അംഗങ്ങൾക്കും വരും തലമുറക്കും കൈമാറാൻ വേണ്ടി. ദ ഫാമിലി ട്രാൻസ്മിറ്റ്സ് ദ പ്രോപ്പർട്ടി ഫ്രം വൺ ജനറേഷൻ ടു അതർ. പിന്നീട് ഫാമിലി ഇതെല്ലാം കൈമാറുന്നു, ട്രാൻസ്മിറ്റ് ചെയ്യുന്നു ഒരു തലമുറയിൽ നിന്ന് മറ്റൊരു തലമുറയിലേക്ക്. Next function, granting of social status. The birth of an individual in a family assigns him a social status. അപ്പോൾ ഒരു കുടുംബത്തിൽ ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ആ കുടുംബത്തിൻ്റെ സ്റ്റാറ്റസ് എന്താണ്, അത് തന്നെയാണ് ആ കുട്ടിക്ക് കിട്ടുന്നത്. അപ്പോൾ the birth of an individual in a family assigns him or her a social status. Thus, in the first instance, individuals define themselves in relation to the family they belong. അതുകൊണ്ട് തന്നെയാണ് കുട്ടികൾ ഏത് കുടുംബത്തിലെ അംഗമാണ് ആ കുടുംബത്തിലെ സ്റ്റാറ്റസ് ആണ് അവർ പ്രകടിപ്പിക്കുന്നത്. സെൻസ് ഓഫ് ബിലോങ്ങിങ് പ്ലേസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ടേംസ് ഓഫ് അസ്യൂമിങ് വേരിയസ് റോൾസ് വിത്തിൻ ദ ഫാമിലി. In this sense, most of the prescribed statuses of a person are directly related to the family to which he belongs. അതുകൊണ്ട് തന്നെയാണ് മിക്കവാറും എല്ലാ സ്റ്റാറ്റസസും ഒരു പേഴ്സണോ ഉള്ളത് അവൻ്റെ കുടുംബമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും. ഫോർ എക്സാമ്പിൾ, ഏജ്, എത്തിനിസിറ്റി, നാഷണാലിറ്റി, സോഷ്യൽ ക്ലാസ്, റിലീജിയൻ, എല്ലാം all are confined to an individual because he was born into a particular family. അപ്പോൾ ഒരു പ്രത്യേക ഫാമിലിയിൽ ജനിച്ചുകൊണ്ടാണ് അവൻ്റെ എത്തിനിസിറ്റി ഏതാണ്, നാഷണാലിറ്റി, സോഷ്യൽ ക്ലാസ്, ഏത് സോഷ്യൽ ക്ലാസ്സിൽ പെടും, ഏതും മതത്തിൽ പെടും എന്നൊക്കെ നമ്മൾ പറയണത്. അപ്പോൾ ഇറ്റ് ഈസ് ആൻ ഇൻബോൺ ക്യാരക്ടറാണ്. സോ ഗ്രാൻറ്റിംഗ് ഓഫ് സോഷ്യൽ സ്റ്റാറ്റസസ്.
Now you try to answer the two questions. Give any three characteristics of the family. അതുപോലെ തന്നെ mention any three functions of the family. Next, types of family. So family is universal institution. Its structure or form varies from one society to another. അപ്പം നമ്മൾ പറഞ്ഞ് family is a യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, എല്ലായിടത്തും കാണപ്പെടുന്ന ഒരു യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് ഫാമിലി. ഇറ്റ് സ്ട്രക്ചർ ഓർ ഫോംസ് വേരീസ് ഫ്രം വൺ സൊസൈറ്റി ടു അനദർ. പക്ഷെ ഏത് സൊസൈറ്റിയിലാണ് അതനുസരിച്ച് അതിൻ്റെ ഫോമും സ്ട്രക്ചറും ഒക്കെ കുറെ വ്യത്യാസപ്പെട്ടിരിക്കും. പക്ഷെ ഇറ്റ് ഈസ് എ യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. സോഷ്യോളജിസ്റ്റ് ആൻഡ് ആന്ത്രോപോളജിസ്റ്റ് ഹാവ് മെൻഷൻഡ് അബൌട്ട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫാമിലീസ് ഫൗണ്ട് ഇൻ ഡിഫറെൻറ്റ് കൾച്ചേഴ്സ്. അപ്പോൾ പല കൾച്ചറുകളിൽ പല ഫാമിലീസ് ആണ് ഉള്ളത്. The ഫസ്റ്റ് ഡിഫറൻസ് ഈസ് സ്ട്രക്ചർ ഓഫ് ഫാമിലി. അപ്പം ഡിഫറൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ അത് ആ ഡിഫറൻസ്, ആദ്യത്തെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഫാമിലിയുടെ ഘടനയിൽ തന്നെയാണ്. ദ സ്ട്രക്ചർ ഓഫ് ദ ഫാമിലി. ദ ടിപ്പിക്കൽ സൈസ് ഓഫ് ട്രഡീഷണൽ ഫാമിലി ഹാസ് മോർ ദാൻ 2 generations ലിവിങ് ടുഗദർ. അപ്പം ടിപ്പിക്കൽ സൈസ് ഓഫ് ട്രഡീഷണൽ ഫാമിലി, ഒരു പുരാതന കുടുംബത്തെ നമ്മൾ എടുക്കുകയാണെങ്കിൽ അവിടെ മോർ ദാൻ 2 generations ലിവിങ് ടുഗെദർ. അവിടെ 2ൽ കൂടുതൽ തലമുറകൾ അവിടെ ജീവിക്കുന്നുണ്ട്. മാരീഡ് കപ്പിൾ കുഡ് ലീവ് വിത്ത് ദെയർ ഡിസെൻഡൻസ് ആൻഡ് ദെയർ റിലേറ്റീവ്സ് അണ്ടർ വൺ റൂഫ്. ഒരു മാരീഡ് കപ്പിൾ കുഡ് ലീവ് വിത്ത് ദെയർ ഡിസെൻഡൻസ് ആൻഡ് ദെയർ റിലേറ്റീവ്സ്, അവൻ്റെ പിന്തുടർച്ചക്കാരും അവരുടെ റിലേറ്റീവും ഒരേ റൂഫിൽ, ഒരേ മേൽക്കൂരയുടെ അടിയിൽ തന്നെ താമസിക്കുക. ഓൺ ദ അതർ, the modern family generally has 3 to 4 people. ഇപ്പം മറ്റൊരു ജനറേഷൻസ് ഉണ്ട് പുരാതന ഫാമിലിയിൽ. പക്ഷേ ആധുനിക ഫാമിലിയിലേക്ക് നോക്കിയാൽ, മോഡേൺ ഫാമിലിയിലേക്ക് നോക്കിയാൽ അവിടെ അംഗങ്ങളുടെ സംഖ്യയൊക്കെ കുറവാണ്. ജനറലി ഹാസ് 3 or 4 people. അവിടെ സാധാരണ 3 or 4 ആളുകൾ മാത്രമേ ഉണ്ടാകാറുള്ളൂ. മറ്റൊരിടത്ത് പല ജനറേഷൻസ് തന്നെ അവിടെ ഉണ്ടായിരിക്കും. എ കപ്പിൾ ഹാസ് ഓൺലി 1 or 2 children. അപ്പോൾ സാധാരണ ഒരു കപ്പിളിന് 1 അല്ലെങ്കിൽ 2 കുട്ടികൾ ഉണ്ടായിരിക്കും. അപ്പോൾ അവരും പിന്നെ ഭാര്യയും ഭർത്താവും, അങ്ങനെ 4 അംഗങ്ങളാണ് സാധാരണ ഇപ്പോൾ മോഡേൺ ഫാമിലിയെ നമ്മൾ വീക്ഷിച്ചാൽ കാണാവുന്നത്. അത് ഒരു ഡിഫറൻസ്. അപ്പോൾ ട്രഡീഷണൽ ഫാമിലിയിലാണെങ്കിൽ we can see more than 1 generation is there, but in modern family only 4 members, parents and 1 or 2 child. In traditional family the man is always the breadwinner. Second difference എന്ന് പറഞ്ഞാൽ ഫാമിലിയിലെ സെക്കൻഡ് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇൻ ട്രഡീഷണൽ ഫാമിലി, പുരാതന ഫാമിലിയിൽ the man is always the breadwinner. അവൻ കുടുംബത്തിലേക്ക് വേണ്ട ആഹാരം സമ്പാദിക്കുന്ന ആള്, അതായത് ജോലിക്ക് പോയിട്ട് കാര്യങ്ങൾ നടത്താനുള്ള കാര്യങ്ങൾ ചെയ്യുക, അതാണ് ബ്രെഡ് വിന്നർ എന്ന് പറഞ്ഞാൽ. വൈൽ ദ വുമൺ ഈസ് ദ ഹൗസ് വൈഫ്. സാധാരണ സ്ത്രീകൾ ഹൗസ് വൈഫ്, വീട്ടുകാര്യങ്ങൾ നോക്കുക, പുറത്ത് ജോലിക്ക് പോവുക, സമ്പാദിച്ചുകൊണ്ട് വരിക, ആ കാര്യങ്ങളൊക്കെ ചെയ്യണത് പുരുഷന്മാർ. അതാണ് ട്രഡീഷണൽ ഫാമിലിയുടെ പ്രത്യേകത. ഇൻ ട്രഡീഷണൽ ഫാമിലി ദ മാൻ ഈസ് ഓൾവേസ് ദ ബ്രെഡ് വിന്നർ വൈൽ ദ വുമൺ ഈസ് ദ ഹൗസ് വൈഫ്. The man is very patriarchal and makes decision himself. അപ്പോൾ പുരാതന ഫാമിലിയിൽ, ട്രഡീഷൻ ഫാമിലിയിൽ മാൻ ഈസ് വെരി പാട്രിയാർക്കൽ ആൻഡ് മേക്സ് ഡിസിഷൻ ഹിംസെൽഫ്. അവിടെ പുരുഷ മേധാവിത്വമാണ് ഉള്ളത്. അതുകൊണ്ട് എല്ലാ തീരുമാനങ്ങൾ എടുക്കുന്നത് പുരുഷന്മാർ തന്നെയായിരിക്കും. ദ വുമൺ ഹാസ് ടു ഡു ദ ഹൗസ് വർക്ക്. സ്ത്രീകളാണെങ്കിലോ വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുക. ദ വുമൺ ഹാസ് ടു ഡു ദ ഹൗസ് വർക്ക്, ടേക്ക് കെയർ ഓഫ് ദെയർ ചിൽഡ്രൻ ആൻഡ് സെർവ് ഹെയർ പാരൻസ് ഇൻ ലോ. അപ്പോൾ സ്ത്രീകളുടെ പ്രധാന ജോലി എന്ന് പറഞ്ഞാൽ വീട്ടുകാര്യങ്ങളൊക്കെ നോക്കുക, കുട്ടികളെ ശ്രദ്ധിക്കുക, അതുപോലെ പാരൻസ് ഇൻ ലോയുടെ കാര്യങ്ങളെല്ലാം നോക്കിക്കൊടുക്കുക. ഇതെല്ലാമാണ് സ്ത്രീകളുടെ ജോലി. ഇൻ കോൺട്രാസ്റ്റ് ദ റോൾ ഓഫ് ദ മാൻ ആൻഡ് വുമൺ ഇൻ ദ മോഡേൺ വൺ ഈസ് ഈക്വൽ. അപ്പോൾ പുരാതന ഫാമിലിയിലാണെങ്കിൽ 2 കൂട്ടർക്കും വേറെ വേറെ ജോലികളായിരുന്നു. പുരുഷൻ ബ്രെഡ് വിന്നർ ആണെങ്കിൽ വീട്ടുകാര്യങ്ങൾ, കുട്ടികളെ നോക്കുക, പാരൻസ് ഇൻ ലോയുടെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക, ഇതൊക്കെ സ്ത്രീകളാണ് ചെയ്യണത്. പക്ഷെ ഇതിനൊക്കെ വിപരീതമായിട്ടാണ് മോഡേൺ ഫാമിലിയിൽ സ്ത്രീയുടെയും പുരുഷന്റെയും റോൾ. ഇൻ കോൺട്രാസ്റ്റ് ദ റോൾ ഓഫ് ദ മാൻ ആൻഡ് വുമൺ ഇൻ ദ മോഡേൺ വൺ ഈസ് ഈക്വൽ. അവിടെ മോഡേൺ ഫാമിലിയിൽ ഇവരുടെ 2 പേരുടെയും റോള് ഈക്വൽ ആണ്.
ദേ ബോത്ത് വർക്ക് ഔട്ട്സൈഡ്. ഈ കാലഘട്ടങ്ങളിൽ, ആധുനിക കാലഘട്ടങ്ങളിൽ പുരുഷനും സ്ത്രീയും, ഭാര്യയും ഭർത്താവും രണ്ടുപേരും പുറത്ത് ജോലിക്ക് പോകും. ദേ ഷെയർ ദെയർ ഹൗസ് വർക്ക് ആൻഡ് ദെയർ തോട്ട്സ്. അതുപോലെ അവരുടെ വീട്ടുകാര്യങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ഒന്നിച്ച് ചിന്തിക്കുക, ഒരുപോലെ ഷെയർ ചെയ്ത് ചെയ്യുക. അതുപോലെ ദ ലാസ്റ്റ് ഡിഫറൻസ് ഈസ് ദ റിലേഷൻ ഓഫ് ദ ഫാമിലി. അവസാനത്തെ മറ്റു ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ റിലേഷൻഷിപ്പ് ഓഫ് ദ ഫാമിലി. ഇൻ ദ പാസ്റ്റ് ദ ഫാമിലി ലീവ്സ് ആൻഡ് വർക്ക് ടുഗെദർ. പാസ്റ്റിൽ, പഴയ കാലത്ത്, പുരാതന കാലത്ത് ഫാമിലി ലീവ്സ് ആൻഡ് വർക്ക്സ് ടുഗെദർ. അവരെല്ലാവരും ഒന്നിച്ച് താമസിക്കണം, ഒന്നിച്ച് ജോലി ചെയ്യണം, അങ്ങനെയായിരുന്നു. സോ ദ ഫാമിലി റിലേഷൻഷിപ്പ് ഈസ് അറ്റാച്ച്ഡ്. അതുകൊണ്ട് ഫാമിലി റിലേഷൻഷിപ്പ് വളരെ അറ്റാച്ച്ഡ് ആയിരുന്നു. ദ മോഡേൺ ഫാമിലി ഹാസ് വെരി ലിമിറ്റഡ് ടൈം ടു സ്പെൻഡ് ടുഗെദർ. ഇപ്പോൾ മോഡേൺ ഫാമിലിയിലാണെങ്കിൽ ഭാര്യയും ഭർത്താവും ഒക്കെ ജോലിക്ക് പോകും. ഭാര്യയും ഭർത്താവും കുട്ടികളും മാത്രമാണ് സാധാരണ വീട്ടിലുള്ളത്. അപ്പൊ ഇവരാണെങ്കിൽ രണ്ടുപേരും ജോലിക്ക് പോകുന്നതുകൊണ്ട് ദ മോഡേൺ ഫാമിലി ഹാസ് വെരി ലിമിറ്റഡ് ടൈം ടു സ്പെൻഡ് ടുഗെദർ. അവർക്ക് ജോലി സ്ഥലത്തുനിന്ന് വന്നാൽ പിന്നെ വളരെ കുറച്ച് സമയമോ ഒന്നിച്ച് ചെലവഴിക്കാനായിട്ട് ഉള്ളൂ. ദ പാരൻസ് വർക്ക് ഓൾ ഡേ ആൻഡ് ദ ചിൽഡ്രൻ ലേൺ ഹോൾ ഡേ. അപ്പോൾ പാരൻസ് വർക്ക് ഓൾ ഡേ, ചിൽഡ്രൻ ലേൺ ഓൾ ഡേ. കുട്ടികളാണെങ്കിൽ പകൽ മുഴുവൻ സമയത്ത് പഠിക്കുക, പഠനകാര്യങ്ങളായിട്ട് നോക്കുക. പാരൻസ് ആണെങ്കിൽ ഫുൾ ടൈം ജോലിയായിട്ട് പുറത്ത്. അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സ്പെൻഡ് ചെയ്യാനായിട്ട് വളരെ ചുരുക്ക സമയം അവർക്ക് കിട്ടണുള്ളൂ. ഫോർ ദിസ് റീസൺ ദ റിലേഷൻഷിപ്പ് ഓഫ് ദ മോഡേൺ ഫാമിലി ഈസ് നോട്ട് ക്ലോസ് നിറ്റ്. അതുകൊണ്ട് മോഡേൺ ഫാമിലിയിലെ അംഗങ്ങളുടെ ബന്ധം എന്ന് പറയുന്നത്, റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് അത്ര ക്ലോസ് അല്ല. മറ്റവർക്ക് പുരാതന കാലത്താണെങ്കിൽ എപ്പോഴും എല്ലാവരെയും ശ്രദ്ധിക്കാനും പരസ്പരം ഒന്നിച്ചു കൂടാനും സമയമുള്ളത് കൊണ്ട് അവരുടെ റിലേഷൻഷിപ്പ് വളരെ സ്ട്രോങ് ആയിട്ടുള്ളതായിരുന്നെങ്കിൽ ഈ ആധുനിക കാലഘട്ടത്തിൽ ഈ റിലേഷൻഷിപ്പിന് ഇളക്ക് തട്ടിയിട്ടുണ്ട്. നെക്സ്റ്റ്, ബയോളജിക്കൽ ഫാമിലി. മൂന്ന് തരം ഫാമിലിയാണ് പറയുന്നത്: ന്യൂക്ലിയർ, ജോയിന്റ് ആൻഡ് എക്സ്റ്റെൻഡഡ്. In the beginning, sociologists and anthropologists looked at the institution of family as biological. അപ്പോൾ പ്രാരംഭ കാലഘട്ടത്തിൽ സോഷ്യോളജിസ്റ്റും ആന്ത്രോപോളജിസ്റ്റും ഒക്കെ ഫാമിലിനെ ഒരു ബയോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിട്ടാണ് കൺസിഡർ ചെയ്തിരുന്നത്. ദാറ്റ് ഈസ്, ദേ യൂസ്ഡ് ബയോളജി ആസ് ദ ക്രൈറ്റീരിയ ഫോർ ക്ലാസിഫൈയിങ് കിൻ റിലേഷൻ. 2 types of kins were recognized. അപ്പോൾ 2 തരം ബന്ധങ്ങളാണ് കണ്ടിരുന്നത്. 2 types of kins were recognized, consanguine and affine. ഇപ്പൊ 2 തരം ബന്ധങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്ന് consanguine and other one is affine. Consanguine were related through blood and affine were those connected ത്രൂ മാരേജ്. അപ്പോൾ കോൺസാങ്ക്വിൻ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് അതിലുള്ള റിലേറ്റീവ്സ് ബ്ലഡ് റിലേഷൻ വഴി കണക്റ്റഡ് ആണ്. മറ്റവരാണെങ്കിൽ എഫൈൻ എന്ന് പറഞ്ഞാൽ വേർ ദോസ് കണക്റ്റഡ് ത്രൂ മാരേജ്. അവരാണെങ്കിൽ ബന്ധപ്പെടുന്നത് മാരേജിലൂടെയാണ്. അപ്പോൾ 2 തരം ബന്ധങ്ങളാണ് ഉടലെടുത്തിരുന്നത്. ഒന്ന് ബ്ലഡ് റിലേഷൻഷിപ്പും മറ്റത് വൈവാഹിക ബന്ധത്തിലൂടെയുള്ള ഫോർമേഷൻ ആയിരുന്നു ഫാമിലിയുടെ. ദസ് ഫാമിലി വാസ് ഡിഫൈൻഡ് വിത്ത് റെഫറൻസ് ടു ബയോളജി. അപ്പോൾ ബയോളജി ആയിട്ട് റെഫർ ചെയ്തും ഫാമിലിനെ നമുക്ക് ഡിഫൈൻ ചെയ്യാം. ഫാമിലി വാസ് സീൻ ആസ് എൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ വിച്ച് ഓൾ മെമ്പേഴ്സ് വർ റിലേറ്റഡ് ഐദർ ത്രൂ ബ്ലഡ് ഓർ മാരേജ്. അപ്പോൾ ഒരു ഫാമിലിയിലെ മെമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഫാമിലി വാസ് സീൻ ആസ് എൻ ഇൻസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ ഫാമിലി ഒരു ബേസിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ ദ സൊസൈറ്റിയാണ്, ഇൻ വിച്ച് ഓൾ മെമ്പേഴ്സ് വെർ റിലേറ്റഡ്. അതിലുള്ള എല്ലാ അംഗങ്ങളും പരസ്പരം ബന്ധപ്പെട്ടിട്ടുള്ളത് ഈ 2 രീതിയിലാണ്. ഒന്നില്ലെങ്കിൽ ദേ ആർ റിലേറ്റഡ് ത്രൂ ബ്ലഡ് ഓർ ത്രൂ മാരേജ്. ഇപ്പോൾ ബ്ലഡ് റിലേഷൻഷിപ്പിലൂടെ ഫോം ചെയ്തേക്കണെയാണെങ്കിൽ നമ്മൾ അതിനെ പറയും കോൺസാങ്ക്വിൻ. ആൻഡ് വൈവാഹിക രീതിയിൽ കൂടി ബന്ധപ്പെട്ടതാണെങ്കിൽ അതിനെ ആ റിലേഷൻഷിപ്പ് എഫൈൻ, AFFINE, എഫൈൻ. However, such a theorization began to change in the beginning of 21st century, and theorists have argued for conceptualizing family beyond biology. Ralph Linden has classified family on the basis of blood relation into 2 main types. അപ്പോൾ റാൽഫ് ലിൻഡൻ ഫാമിലിനെ ബ്ലഡ് റിലേഷനെ ആസ്പദമാക്കി 2 പേരിലാണ് തിരിച്ചിരിക്കുന്നത്. 2 ടൈപ്പാക്കി തിരിച്ചിട്ടുണ്ട്. ഒന്ന് കോൺസാങ്ക്വിൻ ആൻഡ് അതർ ഈസ് കോൺജുഗൽ. ഒന്ന് കോൺസാങ്ക്വിനും മറ്റത് കോൺജുഗലും. കോൺസാങ്ക്വിൻ ഫാമിലി എന്ന് പറഞ്ഞാൽ ദ കോൺസാങ്ക്വിൻ ഫാമിലി ഈസ് ബിൽറ്റ് അപ്പോൺ ദ പാരന്റ് ചൈൽഡ് റിലേഷൻഷിപ്പ്. അവിടെ പാരന്റ്
ചൈൽഡും മാതാപിതാക്കളും കുട്ടികളും തമ്മിലുള്ള റിലേഷൻഷിപ്പ്, അത് ബ്ലഡ് റിലേഷൻ ആണ് അല്ലേ. അപ്പോൾ ദ കോൺസാങ്ക്വിയൻ ഫാമിലി ഈസ് ബിൽറ്റ് അപ്പോൺ ദ പാരന്റ് ചൈൽഡ് റിലേഷൻഷിപ്പ്. The family's descent group through the male line which is firmly vested with authority. അപ്പോൾ ഫാമിലി ഈസ് എ ഡിസെൻറ്റ് ഗ്രൂപ്പ് ത്രൂ ദ മെയിൻ ലൈൻ. മെയിൻ ലൈനിൽ കൂടിയുള്ള ഒരു പിന്തുടർച്ചയായിട്ടാണ് ഫാമിലീനെ നമ്മൾ കാണുന്നത്. വെസ്റ്റഡ് വിത്ത് അതോറിറ്റി. അപ്പോൾ അതോറിറ്റി എപ്പോഴും പുരുഷനായിട്ട്, പുരുഷ മേധാവിത്വത്തിൽ നിന്ന് ഉള്ള ഒരു പിന്തുടർച്ച, അങ്ങനെയാണ് നമ്മൾ കാണുന്നത്. കോൺസാങ്ക്വിയൻ ഫാമിലി കംപ്രൈസസ് എ ന്യൂക്ലിയർ ഓഫ് ബ്ലഡ് relatives surrounded by a fringe of wives and other who are incidental to the maintenance of the family. ഇപ്പോൾ കോൺസാങ്ക്വിയൻ ഫാമിലി എന്ന് പറയുന്നത് കംപ്രൈസസ് എ ന്യൂക്ലിയസ് ഓഫ് ബ്ലഡ് റിലേറ്റീവ്സ്. അവിടെയുള്ള ന്യൂക്ലിയസ് എന്ന് പറഞ്ഞാൽ ബ്ലഡ് റിലേറ്റീവ്സ് ആണ്. ദേ ആർ സറൗണ്ടഡ് വിത്ത് ഇപ്പം ബ്ലഡ് റിലേറ്റീവ്സ്, സഹോദരന്മാർ, പിന്നെ അവരുടെ ഭാര്യമാർ, അങ്ങനെ ചേർന്നിട്ടുള്ള ഒരു ഫാമിലി യൂണിറ്റ്. സച്ച് ഫാമിലീസ് ക്യാൻ ബിക്കം വെരി ലാർജ്. അപ്പോൾ അതുപോലെയുള്ള ഫാമിലീസ് എന്ന് പറയുന്നത് വളരെ വലുതായിരിക്കും. ദ നായർ ഫാമിലി ഈസ് എ ടിപ്പിക്കൽ എക്സാമ്പിൾ. ഇതിലൊരു ടിപ്പിക്കൽ എക്സാമ്പിൾ എന്ന് പറയുന്നത് നായർ ഫാമിലിയാണ്. കോൺസാങ്ക്വിയൻ ഫാമിലിക്ക് ബെസ്റ്റ് എക്സാമ്പിൾ. നെക്സ്റ്റ്, കോൺജുഗൽ ഫാമിലി. കോൺജുഗൽ ഫാമിലി ഈസ് ന്യൂക്ലിയസ് ഓഫ് ദ ഹസ്ബൻഡ്, ദ വൈഫ് ആൻഡ് their offspring who are surrounded by a fringe of relatives only, incidental to the functioning of the family as a unit. അപ്പോൾ കോൺസാങ്ക്വിൻ ഫാമിലിയിലാണെങ്കിൽ പാരന്റ് ചൈൽഡ് റിലേഷൻഷിപ്പ് ആണ്, ബ്ലഡ് റിലേഷൻഷിപ്പ് ആണ് അല്ലേ, അങ്ങനെ പറയുന്നത്. അപ്പോൾ ഇവിടെ കോൺജുഗൽ ഫാമിലിയിലാണെങ്കിൽ ഈസ് എ ന്യൂക്ലിയസ് ഓഫ് ദ ഹസ്ബൻഡ്, ദ വൈഫ് ആൻഡ് their ഓഫ്സ്പ്രിങ്. അവിടെ ഹസ്ബൻഡും വൈഫും പിന്നെ അവരുടെ കുട്ടികളും മാത്രമാണ്. അപ്പം അങ്ങനെയാകുമ്പോൾ ഹു ആർ സറൗണ്ടഡ് ബൈ എ ഫ്രിഞ്ച് ഓഫ് റിലേറ്റീവ്സ്. അപ്പം അവിടെ വേറെ കുറേ ഫാമിലീസ് ഇല്ല, ഭാര്യ, ഭർത്താവ്, കുഞ്ഞുങ്ങൾ, അപ്പോൾ ഒന്നോ രണ്ടോ കുട്ടികൾ. പിന്നെ ചിലപ്പോൾ ഹു ആർ സറൗണ്ടഡ് ബൈ എ ഫ്രിഞ്ച് ഓഫ് റിലേറ്റീവ്സ്, ചിലപ്പോൾ ആരെങ്കിലും റിലേറ്റീവ്സും കൂടെ ഉണ്ടായിരിക്കും. only incidental to the functioning of the family as a unit. In this type family, അതായത് ഈ കോൺജുഗൽ ഫാമിലിയിൽ the authority and solidarity of the family group resides only in the conjugal pair. അപ്പൊ ഇങ്ങനെയുള്ള കുടുംബങ്ങളിൽ, അതായത് ഇപ്പോഴത്തെ ആധുനിക കുടുംബത്തിലേക്ക് നോക്കുകയാണെങ്കിൽ അവിടുത്തെ അതോറിറ്റി എന്ന് പറഞ്ഞത് ആൻഡ് സോളിഡാരിറ്റി ഓഫ് ദ ഫാമിലി, അതോറിറ്റിയും സോളിഡാരിറ്റി ഓഫ് ദ ഫാമിലി രണ്ടും ഉൾക്കൊള്ളുന്നത് ഇൻ ദ കോൺജുഗൽ പെയർ. ഹസ്ബൻഡ് ആൻഡ് വൈഫാണ് ഇവിടെ കോൺജുഗൽ പെയർ എന്ന് പറഞ്ഞത്. അപ്പൊ അവരിൽ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ഇൻ കോൺട്രാസ്റ്റ് ടു കോൺസാങ്ക്വിയൻ ടൈപ്പ് ഓഫ് ഫാമിലി, കോൺസാങ്ക്വിയൻ ടൈപ്പ് ഓഫ് ഫാമിലിക്ക് നേരെ വിപരീതമായിട്ടുള്ള ഒരു ഫാമിലിയാണ് കോൺജുഗൽ ഫാമിലി. The conjugal family is much more isolated from wider kinship relationship. അപ്പൊ കോൺസാങ്ക്വിയൻ ഫാമിലിയിലാണെങ്കിൽ ഒന്നിൽ കൂടുതൽ ജനറേഷൻസ് ഉള്ളത് കൊണ്ട് തന്നെ അവിടെ കൂടുതൽ മെമ്പേഴ്സ് ഉണ്ട്, അപ്പോൾ കൂടുതൽ ആളുകളൊക്കെ ഉണ്ട്. അങ്ങനെ ആ ഗ്രൂപ്പ് തന്നെ കുറെ വലുതാണ്. പക്ഷേ ഇനി കോൺജുഗൽ ഫാമിലി എന്ന് പറഞ്ഞാൽ ഭാര്യയും ഭർത്താവും കുട്ടികളും മാത്രമാണ്. അപ്പോൾ ഇറ്റ് ഈസ് മച്ച് മോർ ഐസൊലേറ്റഡ് ഫ്രം വൈഡർ കിൻഷിപ്പ് റിലേഷൻഷിപ്പ്. അവിടെ അധികം വൈഡർ കിൻഷിപ്പ് റിലേഷൻഷിപ്പ് ഒന്നും ഇല്ല. ദ കോൺസാങ്ക്വിയൻ ഫാമിലി വിച്ച് ഈസ് ടിപ്പിക്കൽ ഓഫ് ആൻ അഗ്രികൾച്ചറൽ സൊസൈറ്റി, പഴയ പുരാതന കൃഷിപ്രധാനമായിട്ടുള്ള സൊസൈറ്റിയിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെയൊക്കെ കോൺസാങ്ക്വിയൻ ഫാമിലിയാണ്. അപ്പോൾ ഈ ഫാമിലിയിൽ കുറേ മെമ്പേഴ്സും എല്ലാം ഉള്ളത് കൊണ്ട് ഫാമിലിയുടെ സൈസ് തന്നെ വളരെ വലുതായിരിക്കും, സ്റ്റേബിൾ ആണ്. എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുകളൊക്കെ വന്നാൽ അത് തരണം ചെയ്യാൻ വേണ്ടത്ര ആളുകൾ ഉള്ളത് കൊണ്ട് സെക്യൂർ ആണ്, സെൽഫ് സഫീഷ്യൻ്റ് ആണ്, അതുപോലെ അതോറിറ്റേറിയനുമാണ്. ഓൺ ദ അതർ ഹാൻഡ്, ഇതിനൊക്കെ വിപരീതമായിട്ടാണ് ഓൺ ദ അതർ ഹാൻഡ് ദ കോൺജുഗൽ ഫാമിലി. കോൺജുഗൽ ഫാമിലി എന്ന് പറയുന്നത് ടിപ്പിക്കൽ ഓഫ് മോഡേൺ സൊസൈറ്റി. അപ്പോൾ മോഡേൺ സൊസൈറ്റിയിലെ ഒരു ടിപ്പിക്കൽ ഫാമിലിയാണ് കോൺജുഗൽ ഫാമിലി എന്ന് പറയുന്നത്. ഇതിനൊക്കെ കോൺസാങ്ക്വിയൻ ഫാമിലി എങ്ങനെയാണ്, അതിൻ്റെയൊക്കെ എതിർ സ്വഭാവം, വിപരീത സ്വഭാവത്തിലുള്ളതാണ് conjugal family. For conjugal family in a typical modern society is small, transient, isolated and relatively insecure and democratic. Insecure ആണ്, പക്ഷെ ഡെമോക്രാറ്റിക് ആണ്. അപ്പോൾ ഇതൊക്കെയാണ് കോൺജുഗൽ ഫാമിലിയുടെ പ്രത്യേകത. അപ്പോൾ യു ഹാവ് ഓൾറെഡി studied what is consanguine family and what is conjugal family and what is the difference between these two types of. അതിൽ ഫസ്റ്റ് വൺ ഈസ് ന്യൂക്ലിയർ ഫാമിലി. ഇപ്പോൾ പുതിയ ഫാമിലി, അണുകുടുംബം, ന്യൂക്ലിയർ
family. Nuclear family is a unit composed of husband, wife and their unmarried children. അപ്പോൾ ന്യൂക്ലിയർ ഫാമിലി എന്ന് പറഞ്ഞാൽ അതിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഇറ്റ് ഈസ് കമ്പോസ്ഡ് ഓഫ് ഹസ്ബൻഡ്, വൈഫ് ആൻഡ് ദെയർ അൺമാരീഡ് ചിൽഡ്രൻ. അവിടെ ഹസ്ബൻഡും വൈഫും പിന്നെ അവരുടെ വിവാഹം കഴിയാത്ത കുഞ്ഞുങ്ങളും, അങ്ങനെയാണ്. അതാണ് ന്യൂക്ലിയർ ഫാമിലിയിലെ സെറ്റപ്പ്. ദ സൈസ് ഓഫ് ദ ന്യൂക്ലിയർ ഫാമിലി ഈസ് വെരി സ്മോൾ. അപ്പം ന്യൂക്ലിയർ ഫാമിലിയുടെ സൈസ് തന്നെ വളരെ ചെറുതാണ്. നമുക്ക് വേണമെങ്കിൽ സ്കൂട്ടർ ഫാമിലി എന്ന് പറയാം. സ്കൂട്ടർ ഫാമിലിയിൽ ഒരു സ്കൂട്ടറിൽ ഭാര്യ, ഭർത്താവ്, കൊച്ചു പോകും അല്ലേ? അപ്പം അതുപോലെയുള്ള ഒരു ഫാമിലി. അപ്പം അതാണ് ന്യൂക്ലിയർ ഫാമിലി. ദ സൈസ് ഓഫ് ദ ന്യൂക്ലിയർ ഫാമിലി ഈസ് വെരി സ്മോൾ. ഇറ്റ് ഈസ് ഫ്രീ ഫ്രം ദ കൺട്രോൾ ഓഫ് എൽഡേഴ്സ്. അപ്പോൾ അതിന് അവിടെ വേറെ കാരണന്മാരൊന്നുമില്ല അവരെ കൺട്രോൾ ചെയ്യാൻ. അതുകൊണ്ട് ഇറ്റ് ഈസ് ഫ്രീ ഫ്രം ദ കൺട്രോൾ ഓഫ് എൽഡേഴ്സ്. അവിടെ അപ്പൂപ്പനോ അമ്മൂമ്മയോ അങ്ങനത്തെ വേറെ അമ്മാവന്മാരോ വേറെ ആരും ഇല്ല. അവിടെ ഭാര്യ, ഭർത്താവ്, കുട്ടി മാത്രമേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് ഇറ്റ് ഈസ് ഫ്രീ ഫ്രം ദ കൺട്രോൾ ഓഫ് എൽഡേഴ്സ്. ഇറ്റ് ഈസ് റിഗാർഡഡ് ആസ് ദ മോസ്റ്റ് ഡോമിനൻറ്റ് ആൻഡ് ഐഡിയൽ ഫോം ഓഫ് ഫാമിലി ഇൻ മോഡേൺ സൊസൈറ്റി. മോഡേൺ സൊസൈറ്റിയിൽ നമുക്ക് പറയാം ഇതാണ് ഒരു ഐഡിയൽ ഫോം ഓഫ് ഫാമിലി. ദ ന്യൂക്ലിയർ ഫാമിലി ഈസ് ബേസ്ഡ് ഓൺ കോൺജുഗൽ ബോൺസ്. കോൺജുഗൽ ബോൺസിൽ കൂടിയാണ് ന്യൂക്ലിയർ ഫാമിലി ഫോം ചെയ്തത്. കോൺജുഗൽ ബോണ്ട് എന്ന് പറഞ്ഞാൽ ഭാര്യ ഭർത്ത് ബന്ധത്തിലൂടെ അവർ മാത്രം, പിന്നെ അവരുടെ കുട്ടികളും. പക്ഷേ കുട്ടികൾ വലുതായി കഴിഞ്ഞാൽ വേറെ മാറും. അപ്പം അതുകൊണ്ട് മാരീഡ് അല്ലാത്ത കുട്ടികളും അച്ഛനും അമ്മയും അത് ചേർന്നതാണ് ന്യൂക്ലിയർ ഫാമിലി. വൈൽ ഡിസ്കസിംഗ് ദ നേച്ചർ ഓഫ് ന്യൂക്ലിയർ ഫാമിലി ഇൻ ഇന്ത്യ, Pauline Colendla has discussed additions, modifications in nuclear family structure. ന്യൂക്ലിയർ ഫാമിലി സ്ട്രക്ചറിൽ കുറച്ച് അഡീഷൻസും മോഡിഫിക്കേഷൻസും ഒക്കെ കാണുന്നതായിട്ട് പൗലീൻ കൊലൻഡ്ല ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഷി ഹാസ് ഗിവൺ ദ ഫോളോയിങ് കമ്പോസിഷണൽ കാറ്റഗറീസ്. അപ്പോൾ കാണുന്ന വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് ഈ പൗലീൻ ഡിസ്കസ് ചെയ്തേക്കുന്നത് എന്തൊക്കെയാണെന്ന് ഇവിടെ തന്നിട്ടുണ്ട്. ഫസ്റ്റ് വൺ, ന്യൂക്ലിയർ ഫാമിലി റെഫേഴ്സ് ടു എ കപ്പിൾ വിത്ത് ഓർ വിത്തൗട്ട് ചിൽഡ്രൻ. അപ്പം ന്യൂക്ലിയർ ഫാമിലി എന്ന് പറഞ്ഞാൽ റെഫേഴ്സ് ടു എ കപ്പിൾ വിത്ത് ഓർ വിത്തൗട്ട് ചിൽഡ്രൻ. ചിലപ്പോൾ കുട്ടികളുണ്ടാവും, ചിലപ്പോൾ കുട്ടികളില്ലാത്ത ഫാമിലിയും ഉണ്ട്. പക്ഷേ കപ്പിൾ ഉണ്ടായിരിക്കും, ഭാര്യയും ഭർത്താവും, ചിലപ്പോൾ കുട്ടികളോടൊപ്പം, ചിലപ്പോൾ കുട്ടികൾ ഇല്ലാതെയും. ഇനി സെക്കൻഡ്, സപ്ലിമെന്റഡ് ന്യൂക്ലിയർ ഫാമിലി ഇൻഡിക്കേറ്റഡ് എ ന്യൂക്ലിയർ ഫാമിലി plus one or more unmarried, separated or widowed relatives of the parents other than their unmarried children. അപ്പോൾ ആദ്യമേ പറഞ്ഞ് ന്യൂക്ലിയർ ഫാമിലിയിൽ ഭാര്യയും ഭർത്താവും അൺമാരീഡ് കുട്ടികളുമാണെന്ന്. ഇനി ചില കണ്ടീഷനിൽ കുറച്ചും കൂടി ആളുകൾ അതിൽ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ സപ്ലിമെന്റഡ് ന്യൂക്ലിയർ ഫാമിലി, അതിനെയാണ് പറയുന്നത് സപ്ലിമെന്റഡ് ന്യൂക്ലിയർ ഫാമിലി. ഇറ്റ് ഇൻഡിക്കേറ്റഡ് എ ന്യൂക്ലിയർ ഫാമിലി പ്ലസ് one or more unmarried or separated or widowed relatives. ആ പാരൻസിൻ്റെ, ആ ഭാര്യയുടെയും ഭർത്താവിൻ്റെ ബന്ധത്തിൽപ്പെട്ട ആരെങ്കിലും അൺമാരീഡ് ആയിട്ടുള്ളവരോ അല്ലെങ്കിൽ സെപ്പറേറ്റഡ് ആയിട്ടുള്ളവരോ അല്ലെങ്കിൽ വിധവകളോ അങ്ങനെയുള്ള ആരെങ്കിലും ഒരാൾ, ആൻറ്റി അങ്കിളോ അങ്ങനെ ആരെങ്കിലും അവിവാഹിതരുണ്ടാകാം. ചിലപ്പോൾ ഭർത്താവ് മരിച്ചവരോ അല്ല ഭാര്യ മരിച്ചോ അങ്ങനത്തെ ആരെങ്കിലും ഒരു അങ്കിള് ആൻറ്റിയോ ആരെങ്കിലും കൂടെ താമസിക്കുന്നത്. അതർ ദാൻ ദെയർ അൺമാരീഡ് ചിൽഡ്രൻ. അവരുടെ അൺമാരീഡ് ചിൽഡ്രനെ കൂടാതെ ഇങ്ങനെയും കൂടി ചിലവർ ഉണ്ടാവാറുണ്ട്. ഇനി സബ് ന്യൂക്ലിയർ ഫാമിലീസ് ഡിഫൈൻഡ് ആസ് എ fragment of a former nuclear family. For instance, a widower with her or his unmarried children or sibling, unmarried or widowed or separated or divorced living together. ഇനി വേറൊരു തരം ന്യൂക്ലിയർ ഫാമിലിയാണ് സബ് ന്യൂക്ലിയർ ഫാമിലി. അപ്പം അവിടെയാണെങ്കിൽ ഈ ഭാര്യയും ഭർത്താവും കുട്ടികളും കൂടാതെ വേറെ ആരെങ്കിലും വിധവകളായിട്ടുള്ളത്, ഇപ്പം സഹോദരി അവരുടെ ഭർത്താവിൻ്റെ സഹോദരിയുടെ ഭർത്താവ് മരിച്ചുപോയെങ്കിൽ ഒരു പക്ഷേ ഇവരെ കൂടി താമസിക്കും. അതുപോലെ ഭാര്യയുടെ സഹോദരൻ്റെ ഭാര്യ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ ആ സഹോദരൻ ചിലപ്പോൾ ഇവരുടെ കൂടെ താമസിക്കും. അങ്ങനെ ഇൻസ്റ്റൻസ് എ വിഡോ ഓർ വിഡോവർ വിത്ത് ഹെയർ ഓർ ഹിസ് അൺമാരീഡ് ചിൽഡ്രൻ. അവർക്ക് അൺമാരീഡ് ചിൽഡ്രൻ ഉണ്ടെങ്കിൽ അവരും ഇവരുടെ കൂടെ താമസിക്കാറുണ്ട്. അപ്പോൾ ഓർ സിബിലിങ്സ്, അൺമാരീഡ് ഓർ വിഡോഡ് ഓർ സെപ്പറേറ്റഡ് ഓർ ഡൈവേഴ്സ്ഡ്. സെപ്പറേറ്റഡ്, വിഡോഡ് അല്ലെങ്കിൽ അൺമാരീഡ്
ഡൈവേഴ്സ്ഡ് ആയിട്ടുള്ള ആളുകൾ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവരും, ഇനി അവർക്ക് കുട്ടികൾ അൺമാരീഡ് കുട്ടികളും കൂടി ഉണ്ടെങ്കിൽ അവരും കൂടി ഈ കൂട്ടത്തിൽ താമസിക്കുക. അപ്പോൾ അതിനെ പറയുന്നതാണ് സബ് ന്യൂക്ലിയർ ഫാമിലി. ദെൻ സിംഗിൾ പേഴ്സൺ ഹൗസ് ഹോൾഡ്. ഇനി ചിലപ്പോൾ ഒക്കെ സിംഗിൾ പേഴ്സൺ ഹൗസ് ഹോൾഡ് ഉണ്ട്. അപ്പോൾ ഒരാൾ ഒറ്റയ്ക്ക്, ചിലപ്പോൾ ഭാര്യ മരിച്ചു പോയിട്ടായിരിക്കും, അല്ലെങ്കിൽ ഭർത്താവ് മരിച്ചു പോയിട്ടായിരിക്കും, അല്ലെങ്കിൽ അങ്ങനെ ഒരാൾ ഒറ്റയ്ക്ക് താമസിക്കുക. അങ്ങനെ സിംഗിൾ പേഴ്സൺ ഹൗസ് ഹോൾഡും ഉണ്ട്. നെക്സ്റ്റ്, സപ്ലിമെന്റഡ് സബ് ന്യൂക്ലിയർ ഫാമിലി റെഫേഴ്സ് ടു എ ഗ്രൂപ്പ് ഓഫ് റിലേറ്റീവ്സ്. ഈ സപ്ലിമെന്റഡ് സബ് ന്യൂക്ലിയർ ഫാമിലി എന്ന് പറഞ്ഞ് വേറൊരു ഫാമിലി ഉണ്ട്, സപ്ലിമെന്റഡ് സബ് ന്യൂക്ലിയർ ഫാമിലി. അപ്പൊ ഇതെല്ലാം ന്യൂക്ലിയർ ഫാമിലിയുടെ പല വകഭേദങ്ങളാണ്. അപ്പൊ സപ്ലിമെന്റഡ് സബ് ന്യൂക്ലിയർ ഫാമിലി എന്ന് പറഞ്ഞാൽ ഇറ്റ് റെഫേഴ്സ് ടു എ ഗ്രൂപ്പ് ഓഫ് റിലേറ്റീവ്സ്. അവിടെ കുറെ ബന്ധുക്കളുണ്ട്, ഗ്രൂപ്പ് ഓഫ് റിലേറ്റീവ്സ്, മെമ്പേഴ്സ് ഓഫ് എ ഫോർമലി കംപ്ലീറ്റഡ് ന്യൂക്ലിയർ ഫാമിലി അലോങ് വിത്ത് സം അതർ മാരീഡ്. നേരത്തെ ഉണ്ടായിരുന്ന ചില ന്യൂക്ലിയർ ഫാമിലിയിൽ ചില അംഗങ്ങൾ, കുട്ടികൾ വലുതായിട്ട് അവർ കല്യാണം കഴിക്കാതെയൊക്കെ ഉണ്ടാവും, ചിലവർ ഡൈവേഴ്സ് ആയിട്ടുണ്ടാവും, ചിലവർ വിഡോഡ് ആയിട്ടുള്ളവരുണ്ടാവും. അപ്പോൾ അവരെല്ലാവരെയും കൂടി ചേർത്ത് പഴയ വീട്ടിലേക്ക് വരിക. അപ്പോൾ അങ്ങനെ വരുന്നത് സപ്ലിമെന്റഡ് സബ് ന്യൂക്ലിയർ ഫാമിലി എന്ന് പറയും. ഇതും കൂടി വിപുലീകരിച്ചത് എക്സ്റ്റെൻഡഡ് ഫാമിലി. ദ ടൈം എക്സ്റ്റെൻഡഡ് ഫാമിലി ഈസ് യൂസ്ഡ് ടു ഇൻഡിക്കേറ്റ് ദ combination of 2 or more nuclear families based on an extension of the parent-child relationship. ഇനി ചില എക്സ്റ്റെൻഡഡ് ഫാമിലി എന്ന് പറയുന്നത് 2 or more ന്യൂക്ലിയർ ഫാമിലീസ്, അവർ ഒന്നിച്ച് താമസിക്കുക. ന്യൂക്ലിയർ ഫാമിലി തന്നെ 1 or 2 ന്യൂക്ലിയർ ഫാമിലീസ് അവർ ഒന്നിച്ച് താമസിക്കുക. അവരുടെ കുട്ടികളും ഒക്കെ വന്നു കഴിയുമ്പോൾ പാരന്റ് ചൈൽഡ് റിലേഷൻഷിപ്പ് എല്ലാവരും കൂടി ഒന്നിച്ചിട്ടുള്ള ആകുന്നതിനാണ് എക്സ്റ്റെൻഡഡ് ഫാമിലി. സാധാരണ ന്യൂക്ലിയർ ഫാമിലി കുറച്ചും കൂടി വികസിപ്പിച്ചത്. അപ്പൊ അവിടെ ഒന്നിൽ കൂടുതൽ ന്യൂക്ലിയർ ഫാമിലീസ് അതിനകത്ത് ഉണ്ടാവും. എ ഓർ മോർ ന്യൂക്ലിയർ ഫാമിലീസ് എഫിലിയേറ്റഡ് ടു ആൻ എക്സ്റ്റൻഷൻ ഓഫ് ദ പാരന്റ് ചൈൽഡ് റിലേഷൻഷിപ്പ് by joining the nuclear family of a married adult to that of his parents. അപ്പൊ ചില മാരീഡ് അഡൾട്ട്സും ആ ന്യൂക്ലിയർ ഫാമിലിയിലേക്ക് തന്നെ വരികയാണെങ്കിൽ അതിനെയൊക്കെ എക്സ്റ്റെൻഡഡ് ന്യൂക്ലിയർ ഫാമിലി എന്ന് പറയും. ഇൻ ആൻ എക്സ്റ്റെൻഡഡ് ഫാമിലി എ മാൻ ആൻഡ് ഹിസ് വൈഫ് live with the families of their married sons and with their unmarried sons and daughter. ഇനി ചില എക്സ്റ്റെൻഡഡ് ഫാമിലി എന്ന് പറയുന്നത് എ മാൻ ആൻഡ് ഹിസ് വൈഫ് ലീവ് വിത്ത് ദ ഫാമിലീസ് ഓഫ് ദെയർ മാരീഡ് സൺ. ഇനി അച്ഛനും അമ്മയും പിന്നെ മകൻ വലുതായി വിവാഹം കഴിച്ചെങ്കിൽ അവരും ആ കുടുംബത്തിൽ തന്നെ താമസിക്കുക. അല്ലെങ്കിൽ മാരീഡ് സൺസ് അല്ലെങ്കിൽ ഡോട്ടേഴ്സ്, പിന്നെ അവരുടെ കുട്ടികൾ, അപ്പൊ ഗ്രാൻഡ് ചിൽഡ്രൻ. അപ്പൊ ഇവര് നാനാ നാനിയൊക്കെ അല്ല ദാദാ ദാദിയൊക്കെ ആയിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള കേസ് അതുപോലെ വരുന്നത് ഗ്രേറ്റ് ഗ്രാൻഡ് ചിൽഡ്രൻ ഇൻ ദ പാരന്റൽ ഓർ മെറ്റേർണൽ ലൈഫ്. അപ്പൊ അക്കോർഡിംഗ് ടു ബോട്ട്മോർ ദർ ആർ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എക്സ്റ്റെൻഡഡ് ഫാമിലി. അപ്പൊ ന്യൂക്ലിയർ ഫാമിലി തന്നെ ഒന്നിൽ കൂടുതൽ ന്യൂക്ലിയർ ഫാമിലി, അതായത് മക്കൾ വലുതായി വിവാഹം കഴിച്ച് അവരും വീണ്ടും അവിടെ തന്നെ താമസിക്കുക. അങ്ങനെ വേറെ അതിന്റെ ആ സഹോദരങ്ങൾ സിബിലിങ്സ് വിവാഹം കഴിച്ചിട്ട് ഒന്നിച്ച് താമസിക്കുക. അങ്ങനെയൊക്കെ വരുമ്പോൾ ഫാമിലി കൂടുതൽ എക്സ്റ്റെൻഡഡ് ആവും. അപ്പൊ അങ്ങനെയുള്ള ടൈപ്പ് ഫാമിലീസിനെയാണ് എക്സ്റ്റെൻഡഡ് ഫാമിലി എന്ന് പറയുന്നത്. ഇനി എക്സ്റ്റെൻഡഡ് ഫാമിലി തന്നെ ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട്. ഒന്ന് പാട്രിലീനിയലി എക്സ്റ്റെൻഡഡ് ഫാമിലി. അത് പാട്രിലീനിയലി എക്സ്റ്റെൻഡഡ് ഫാമിലി എന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ ആൻ എക്സ്റ്റൻഷൻ ഓഫ് ദ ഫാദർ സൺ റിലേഷൻഷിപ്പ്. ഫാദർ സൺ റിലേഷൻഷിപ്പും അച്ഛനും മകനും പിന്നെ മകന്റെ മകൻ. അപ്പൊ അങ്ങനെ അവരൊന്നിച്ച് താമസിക്കണത് അച്ഛൻ വഴിക്ക്. അങ്ങനെയുള്ളതാണ് പിതൃത്വത്തിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട്, പുരുഷന് കൂടുതൽ ഇമ്പോർട്ടൻ്റ് കൊടുത്തിട്ട് അതിനെ ബേസ് ചെയ്തിട്ട് ഒന്നിച്ച് താമസിക്കണത്. അങ്ങനെ വരുന്നത് ഇപ്പൊ മകൻ, അപ്പൻ, അങ്ങേരുടെ മകൻ, അവരുടെ മകൻ, അപ്പൊ ഇവരൊക്കെ ഇങ്ങനെ വിവാഹം കഴിഞ്ഞിട്ട് ഒന്നിച്ച് താമസിക്കുക. അതിനെ പാട്രിലീനിയലി എക്സ്റ്റെൻഡഡ് ഫാമിലി എന്ന് പറയും. ഇനി മാട്രിലീനിയലി എക്സ്റ്റെൻഡഡ് ഫാമിലി എന്ന് പറഞ്ഞാൽ ബേസ്ഡ് ഓൺ ദ മദർ ഡോട്ടർ റിലേഷൻഷിപ്പ്. ഇവിടെ മദർ ഡോട്ടർ റിലേഷൻഷിപ്പാണ് മാട്രിലീനിയലി എക്സ്റ്റെൻഡഡ് ഫാമിലി എന്ന് പറയുന്നത്. അപ്പൊ അമ്മ, മകള്, പിന്നെ മകളുടെ മകള്, അപ്പൊ അങ്ങനെ ആ ഫാമിലീസ് വരിക. അങ്ങനെ വരുന്നത് പെൺ ആധിപത്യം, അതിനെയാണ് മാട്രിലീനിയലി എക്സ്റ്റെൻഡഡ് ഫാമിലി എന്ന് പറയുന്നത്. ഇനി ഫ്രാറ്റേർണൽ ഓർ കോലാട്രൽ ഫാമിലി. ഇനി വേറൊരു ടൈപ്പ് എക്സ്റ്റെൻഡഡ് ഫാമിലിയാണ് ഫ്രാറ്റേർണൽ ഓർ കോലാട്രൽ ഫാമിലി. ഹൊറിസോണ്ടലി എക്സ്റ്റെൻഡഡ് ഫാമിലി കൺസിസ്റ്റിംഗ് ഓഫ് 2 or more
brothers. അപ്പോൾ ഹൊറിസോണ്ടലി എക്സ്റ്റെൻഡഡ് ഫാമിലി എന്ന് പറയുന്നത് ഹൊറിസോണ്ടലും വെർട്ടിക്കലും ഉണ്ട്. അപ്പോൾ ഹൊറിസോണ്ടലി എക്സ്റ്റെൻഡഡ് ഫാമിലി എന്ന് പറഞ്ഞാൽ കൺസിസ്റ്റ് ഓഫ് 2 or more brothers, their wives and children. രണ്ടോ അതിൽ കൂടുതലോ ബ്രദേഴ്സ് ഉണ്ടെങ്കിൽ 3-4 ആൺമക്കൾ ഉണ്ടെങ്കിൽ അവരുടെ എല്ലാവരുടെയും വൈഫ്സും കുട്ടികളും എല്ലാവരും ഒന്നിച്ചു ചേർന്ന് താമസിക്കുന്നതാണ് ഫ്രാറ്റേർണൽ എക്സ്റ്റെൻഡഡ് ഫാമിലി. ഇൻ ഇന്ത്യ ദ ഫാമിലി വെദർ എക്സ്റ്റെൻഡഡ് വെർട്ടിക്കലി ആൻഡ് ഓർ ഹൊറിസോണ്ടലി ഈസ് കോൾഡ് ദ ജോയിന്റ് ഫാമിലി. ഇനി വെർട്ടിക്കലായിട്ടാണ് ഹൊറിസോണ്ടലായിട്ടാണ് എങ്ങനെയായാലും ഈ ഫാമിലി എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇന്ത്യയിൽ അതിനെ എല്ലാത്തിനെയും പറയുന്നത് ജോയിന്റ് ഫാമിലി എന്നാണ്. സ്ട്രിക്ട്ലി സ്പീക്കിംഗ് ഇറ്റ് ഈസ് എ പ്രോപ്പർട്ടി ഷെയറിംഗ് യൂണിറ്റ്. അതിന് നമുക്ക് പറയാം ഒരു പ്രോപ്പർട്ടി ഷെയറിംഗ് യൂണിറ്റ് ആയിട്ട് പറയാൻ പറ്റും ഇതുപോലത്തെയുള്ള ജോയിന്റ് ഫാമിലി എക്സ്റ്റെൻഡഡ് ജോയിന്റ് ഫാമിലീസിന്. ഇനി ജോയിന്റ് ഫാമിലീസ് ആർ കമ്പോസ്ഡ് ഓഫ് സെറ്റ് ഓഫ് സിബ്ലിങ്സ്, their spouses and their dependent children. ഇനി ജോയിന്റ് ഫാമിലി എന്ന് പറയുന്നത് ജോയിന്റ് ഫാമിലീസ് അപ്പം ന്യൂക്ലിയർ ഫാമിലി കണ്ട്, ഇനി എക്സ്റ്റെൻഡഡ് ന്യൂക്ലിയർ ഫാമിലി കണ്ട്, ഇനി അതിൽ തന്നെ എക്സ്റ്റെൻഡഡ് ഫാമിലി തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. പാട്രിലീനിയൽ എക്സ്റ്റെൻഡഡ് ഫാമിലി, മാട്രിലീനിയലി എക്സ്റ്റെൻഡഡ് ഫാമിലി, ഫ്രറ്റേർണൽ എക്സ്റ്റെൻഡഡ് ഫാമിലി. ഇനി അടുത്തത് ജോയിന്റ് ഫാമിലിയാണ്. ജോയിന്റ് ഫാമിലീസ് ആർ കമ്പോസ്ഡ് ഓഫ് സെറ്റ്സ് ഓഫ് സിബ്ലിങ്സ്, their spouses and their dependent children. ഇപ്പൊ ജോയിന്റ് ഫാമിലി എന്ന് പറയുന്നത് സഹോദരങ്ങൾ, സിബിലിങ്സ്, their spouses അവരുടെ കുട്ടികൾ, ഭാര്യമാര്, ആൻഡ് ദെയർ ഡിപ്പെൻഡൻറ്റ് ചിൽഡ്രൻ, പിന്നെ അവരെ ആശ്രയിച്ച് നിൽക്കുന്ന അവരുടെ കുട്ടികളും. അക്കോർഡിംഗ് ടു MS Gore, the joint family consists of a man and his wife and their adult sons, their wives and children and younger children of the paternal couple. അപ്പോൾ അക്കോർഡിംഗ് ടു MS Goreന്റെ അഭിപ്രായത്തിൽ ജോയിന്റ് ഫാമിലി എന്ന് പറയുന്നത് കൺസിസ്റ്റ് ഓഫ് എ മാൻ ആൻഡ് ഹിസ് വൈഫ്, ഒരു പുരുഷനും അയാളുടെ ഭാര്യയും, ആൻഡ് ദെയർ അഡൾട്ട് സൺസ് അവരുടെ പ്രായപൂർത്തിയായ മക്കള്, പിന്നെ ദെയർ വൈഫ്സ് ആൻഡ് ചിൽഡ്രൻ അവരുടെ ഭാര്യമാര്, മക്കളുടെ ഭാര്യമാരും കുട്ടികളും, ആൻഡ് യങ്ങർ ചിൽഡ്രൻ ഓഫ് ദ പാരന്റൽ കപ്പിൾ. അങ്ങനെ ആ യങ്ങർ ചിൽഡ്രൻ വരെയുള്ള ആ പാരന്റൽ കപ്പിളിന്റെ എല്ലാവരും ഒന്നിച്ചു ചേർന്ന് താമസിക്കണേന്ന് ജോയിന്റ് ഫാമിലി എന്ന് പറയുന്നത്. ദ സൈസ് ഓഫ് ജോയിന്റ് ഫാമിലി ഈസ് വെരി ലാർജ്. അപ്പൊ കുറേ സഹോദരങ്ങളുണ്ടെങ്കിൽ എല്ലാവരുടെയും ഭാര്യമാരും കുഞ്ഞുങ്ങളും അവരുടെ മക്കളും മക്കളുടെ മക്കളും ഒക്കെ ആയി കഴിയുമ്പോഴേക്കും അതിന്റെ സൈസ് വളരെ വലുതാവും. അതുകൊണ്ട് ദ സൈസ് ഓഫ് ജോയിന്റ് ഫാമിലി ഈസ് വെരി ലാർജ്. ജനറലി ദ എൽഡസ്റ്റ് മെയിൽ ഈസ് ദ ഹെഡ് ഓഫ് ദ ഫാമിലി. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ ഏറ്റവും എൽഡസ്റ്റ് ആയിട്ടുള്ള പുരുഷൻ, ഏറ്റവും പ്രായം കൂടിയ പുരുഷനായിരിക്കും ആ ഫാമിലിയുടെ ഹെഡ് എന്ന് പറയുന്നത്. ജനറലി ദ എൽഡസ്റ്റ് മെയിൽ ഈസ് ദ ഹെഡ് ഓഫ് ദ family. The rights and duties of the members in this type of family are laid down by the hierarchy order of power and authority. അപ്പോൾ ഇവിടെ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് അവിടെയുള്ള മെമ്പേഴ്സിന്റെ, ഫാമിലി മെമ്പേഴ്സിന്റെ റൈറ്റ് ആൻഡ് ഡ്യൂട്ടീസ് എന്നൊക്കെ പറഞ്ഞാൽ അവരുടെ ഹൈറാർക്കിക്കൽ ഓർഡർ അനുസരിച്ചാണ് അവർക്ക് പവറും അതോറിറ്റിയും ഒക്കെ കിട്ടുന്നത്. ഏറ്റവും മൂത്ത ആൾക്ക് കൂടുതൽ, അത് കഴിഞ്ഞിട്ട് അയാളുടെ കാലം കഴിയുമ്പോൾ അടുത്ത ആൾക്ക്, പിന്നെ അയാളുടെ കാലം കഴിയുമ്പോൾ അതിന് താഴെയുള്ള ആൾക്ക്, അങ്ങനെ ഒരു ഹൈറാർക്കിക്കൽ ഓർഡറിലാണ് അവർക്ക് പവർ ആൻഡ് അതോറിറ്റി എല്ലാം ലഭിക്കുന്നത്. ചിൽഡ്രൻ ഓഫ് ദ ജോയിന്റ് ഫാമിലി ആർ ചിൽഡ്രൻ ഓഫ് ഓൾ ദ മെയിൽ മെമ്പേഴ്സ് ഇൻ ദ പാരന്റൽ ജനറേഷൻ. അപ്പൊ ചിൽഡ്രൻ ഓഫ് ദ ജോയിന്റ് ഫാമിലിനെ കൺസിഡർ ചെയ്യുന്നത് അതിലുള്ള എല്ലാവരുടെയും കുട്ടികളായിട്ട് തന്നെയാണ്. അത് ഇന്ന ആളുടെ കുട്ടി മറ്റേ ആളുടെ കുട്ടി എന്നല്ല, ആ കുടുംബത്തിലെ കുട്ടികളായിട്ടാണ് അവർ വളരുന്നത്. ദ conjugal ties or the relationship between husband and wife is considered less significant than the filial ties on the relation between father and son. അപ്പൊ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ, ഇതുപോലെയുള്ള ജോയിന്റ് ഫാമിലികളിൽ കോഞ്ചുഗൽ ടൈസ്, ഭാര്യ ഭർത്തൃ ബന്ധത്തിന് അത്ര അങ്ങോട്ട് മുൻതൂക്കം കൊടുക്കണില്ല. അതിനേക്കാളും ആ കുടുംബത്തിലുള്ള എല്ലാവരുടെയും കൂടിയുള്ള ഒരു റിലേഷൻഷിപ്പ്, അതുപോലെ ഫാദർ സൺ റിലേഷൻഷിപ്പ്, അതിനൊക്കെയാണ് കൂടുതൽ മുൻതൂക്കം കൊടുക്കുന്നത്. നെക്സ്റ്റ് പോസ്റ്റ് മോഡേൺ ഫാമിലി, ഫിക്റ്റീവ് ഫാമിലി ആൻഡ് ബ്ലെൻഡഡ് ഫാമിലി. ഇപ്പോൾ പോസ്റ്റ് മോഡേൺ, ആധുനിക കാലവും അത്യാധുനിക കാലത്തുള്ള ഫാമിലീസ്, അത് ഫിക്റ്റീവ് ഫാമിലി എന്ന് പറയും. അതുപോലെ ബ്ലെൻഡഡ് ഫാമിലി, ഇങ്ങനെ 2 ടൈപ്പ് ഫാമിലീസ് ആണ് ഇപ്പോൾ ഉള്ളത്. ഇൻ പോസ്റ്റ് മോഡേൺ സൊസൈറ്റി ഫാമിലി സ്ട്രക്ചർ ആർ ഇൻക്രെഡിബിളി വാരിഡ് ആൻഡ് ഇൻഡിവിജ്വൽസ് ഹാവ് മച്ച് മോർ ഫ്രീഡം ഓഫ് ചോയ്സ് ഇൻ ആസ്പെക്ട്സ് ഓഫ് ദെയർ
lives which would have been relatively constrained in the past. അപ്പോൾ മോഡേൺ ടൈമിൽ ജീവിത രീതികളെല്ലാം ആകെ മാറിയിട്ടുണ്ട്. അപ്പോൾ ലൈഫ് സ്റ്റൈല്, പേഴ്സണൽ റിലേഷൻഷിപ്പ്, ഫാമിലി അറേഞ്ച്മെന്റ്സ് എല്ലാ കാര്യങ്ങളിലും ഇപ്പോൾ വ്യത്യാസങ്ങൾ വന്നുകൊണ്ട് അതിൻ്റെ പോസ്റ്റ് മോഡേൺ സൊസൈറ്റിയിൽ ഫാമിലി സ്ട്രക്ചർ തന്നെ കുറെ ചേഞ്ച് ആയിട്ടുണ്ട്. ഇൻ സച്ച് സൊസൈറ്റി ഫാമിലി മെമ്പേഴ്സ് ആർ നോട്ട് നെസസറിലി ബോൺ ടു വൺ അനദർ ബൈ ലീഗൽ മാരേജ്, ബ്ലഡ് ഓർ അഡോപ്ഷൻ. അപ്പൊ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ, ഇതുപോലെയുള്ള സൊസൈറ്റികളിൽ, പോസ്റ്റ് മോഡേൺ സൊസൈറ്റിയിൽ ഫാമിലി മെമ്പേഴ്സ് ആർ നോട്ട് നെസസറിലി ബൗണ്ട് ടു വൺ അനദർ ബൈ ലീഗൽ മാരേജ്. അപ്പൊ നേരത്തെയൊക്കെ ആധുനിക കാലഘട്ടത്തിലൊക്കെ നമ്മൾ ലീഗൽ മാരേജിനെയാണ് കൂടുതലും ആശ്രയിച്ചിരുന്നെങ്കിൽ ഇവിടെ ലീഗൽ മാരേജിനൊന്നും വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കണില്ല. അതുപോലെ ബ്ലഡ് ഓർ അഡോപ്ഷൻ, ബ്ലഡ് റിലേഷനിലൂടെ കോഞ്ചുഗൽ, കോൺസാങ്ക്വിൻ, ഈ കാര്യങ്ങളിലും അഡോപ്ഷൻ കൂടിയുള്ളതിലോ ഒന്നും അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കണില്ല. The term postmodern family has been used by sociologists to refer to the new forms of family emerging in the contemporary society. ഈ സമകാലീന സൊസൈറ്റിയിൽ ഇപ്പോൾ ഫാമിലിയുടെ രൂപത്തിനും രീതിക്കും എല്ലാം വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. The concept describes the multitude forms in which the institution of family can occur. It brings out an alternate understanding of family that it does not require a male and female sharing a household with their biological offspring. അപ്പോൾ ഇവിടെ ഒരു മെയിലും ഫീമെയിലും അവരുടെ ബയോളജിക്കൽ ഓഫ്സ്പ്രിങ്സും ഒക്കെ ആയിട്ട് ഒന്നിച്ച് താമസിക്കുക എന്നുള്ള ആ ഐഡിയക്കൊന്നും ഇവിടെ പ്രാധാന്യം കൊടുക്കണില്ല. ഓൺ ദ കോൺട്രറി, എ ഫാമിലി ക്യാൻ ബി ഫോംഡ് വിത്ത് ടു ഇൻഡിവിജ്വൽ ഓഫ് ദ സെയിം സെക്സ്. ഇവിടെ ആധുനിക കാലഘട്ടത്തിൽ പോസ്റ്റ് മോഡേൺ ഫാമിലികളിൽ on the contrary, a family can be formed with the two individuals of the same sex. ഇനി ഓപ്പോസിറ്റ് സെക്സ് തന്നെ വേണമെന്നില്ല, പുരുഷനും സ്ത്രീയും അങ്ങനെയല്ല, അങ്ങനെ ഫോം ചെയ്യാതെ തന്നെ ഫാമിലി ചിലപ്പോൾ രണ്ട് പുരുഷന്മാർ മാത്രമായിട്ട് അല്ലെങ്കിൽ രണ്ട് സ്ത്രീകൾ മാത്രമായിട്ട്, അതായത് സെയിം സെക്സ് ആയിട്ടുള്ള ആളുകൾ തന്നെ താമസിച്ചും ജീവിക്കുന്നുണ്ട്. ഷെയറിങ് ഹൗസ് ഹോൾഡ് വിത്ത് മാരേജ് ആൻഡ് റീപ്രൊഡക്ഷൻ. സം ഓഫ് ദ ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് ദ പോസ്റ്റ് മോഡേൺ ഫാമിലി. പോസ്റ്റ് മോഡേൺ ഫാമിലിക്കും കുറേ ഡിഫറൻസസ് ഒക്കെ ഉണ്ട്. ആ ഡിഫറൻസസ് എന്താണെന്ന് നോക്കാം. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പോസ്റ്റ് മോഡേൺ ഫാമിലീസ് ആർ ദയർ. ഈ പോസ്റ്റ് മോഡേൺ ഫാമിലീസ് തന്നെ ഡിഫറെൻറ്റ് ടൈപ്പിലുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, കൊഹാബിറ്റേഷൻ ഫാമിലീസ് ഓർ അൺവെഡ് കപ്പിൾ ഹു ലിവ് ഇൻ ദ സെയിം ഹൗസ് ഹോൾഡ്. അപ്പം ഇങ്ങനെയുള്ള ഫാമിലീസിനാണ് കോഹാബിറ്റേഷൻ ഫാമിലീസ് എന്ന് പറയുന്നത്. അവിടെ അൺവെഡ് കപ്പിൾസ് ആണ്, അല്ലാതെ കപ്പിളായിട്ട് ജീവിക്കുക. അതാണ് ഒന്ന്. പിന്നെ സെക്കൻഡ് വൺ, സിംഗിൾ പാരന്റ് ഫാമിലീസ്. ഇനി സിംഗിൾ പാരന്റിൽ ആരെങ്കിലും ഒന്നുമില്ലെങ്കിൽ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ്, അങ്ങനെ ആരെങ്കിലും ഒരാൾ മാത്രമുള്ള, വിച്ച് കൺസിസ്റ്റ് ഓഫ് വൺ പാരന്റ് ആൻഡ് വൺ ഓർ മോർ ബയോളജിക്കൽ ഓർ അഡോപ്റ്റഡ് ചിൽഡ്രൻ. ഒന്നിൽ കൂടുതൽ ബയോളജിക്കലായിട്ടുള്ളതോ അല്ലെങ്കിൽ അഡോപ്റ്റ് ചെയ്ത്, കുട്ടികളില്ലാഞ്ഞിട്ട് വേറെ കുട്ടികളെ അഡോപ്റ്റ് ചെയ്തതാ, അങ്ങനെ ഉള്ളവർ ഒന്നിച്ച് താമസിക്കുക. പിന്നെ ഫാമിലി ബൈ ചോയ്സ് ഓർ സെയിം സെക്സ് ഫാമിലീസ്. ഇനി ഫാമിലി ബൈ ചോയ്സ്, ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് തിരഞ്ഞെടുക്കുന്ന ചില ഫാമിലീസ്. സെയിം സെക്സ് ഫാമിലീസ് വിച്ച് കൺസിസ്റ്റ് ഓഫ് കപ്പിൾസ് ഓഫ് ദ സെയിം സെക്സ് ആൻഡ് വൺ ഓർ മോർ ചിൽഡ്രൻ. സെയിം സെക്സ് തന്നെ കപ്പിൾസ്, രണ്ട് സ്ത്രീകൾ മാത്രമായിട്ട് അവർ കപ്പിൾസായിട്ട്, അല്ലെങ്കിൽ രണ്ട് പുരുഷൻ മാത്രമായിട്ട്, അങ്ങനെ സെയിം സെക്സ്, പിന്നെ അവർ കുട്ടികളെയും കൂടി എടുത്തിട്ടുണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ള ഫാമിലീസ്. Then let us discuss these forms of postmodern family briefly. ഇപ്പോൾ ഫസ്റ്റ് വൺ, കോഹാബിറ്റേഷൻ ഫാമിലി. ഇതൊക്കെ സിമ്പിളാണ്, നിങ്ങൾ വായിച്ചു നോക്കിയാൽ മനസ്സിലാകാവുന്നതാണ്. സെക്കൻഡ്, സിംഗിൾ പാരന്റ് ഫാമിലീസ്. ദെൻ ഫാമിലി ബൈ ചോയ്സ്. ഈ 3 ടൈപ്സ് ആണ് ഇതിനകത്ത് മുഖ്യമായിട്ടുള്ളത്. പിന്നെ ബ്ലെൻഡഡ് ഫാമിലി എന്ന് പറഞ്ഞ ഒരു കൂട്ടം കൂടിയുണ്ട്. A blended family consists of previously divorced spouses, their new marriage partners, children from previous marriage, as well as multiple sets of grandparents and other relations. ഒക്കെ കൂടി ഒരു കുറഞ്ഞ ബന്ധം. അപ്പോൾ blended family എന്ന് പറഞ്ഞാൽ a blended family consists of a previously divorced spouses, നേരത്തെ ഡൈവേഴ്സ് ചെയ്തിട്ടുള്ള വ്യക്തികൾ. അതുപോലെ their new marriage partners, അവർ എന്നിട്ട് വീണ്ടും മാരേജ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ പുതിയ പാർട്ട്നേഴ്സ്. പിന്നെ
ചിൽഡ്രൻ ഫ്രം പ്രീവിയസ് മാരേജ്. ഇപ്പോൾ ആദ്യം ഡൈവേഴ്സ് ചെയ്യുന്നതിന് മുമ്പുള്ള ആദ്യത്തെ ഫാമിലിയിൽ ഉണ്ടായ കുട്ടികളും ചിലപ്പോൾ ഇപ്പോൾ അവരുടെ കൂടെ താമസിക്കുന്നുണ്ടാവും. ചിൽഡ്രൻ ഫ്രം പ്രീവിയസ് മാരേജ് ആസ് വെൽ ആസ് മൾട്ടിപ്പിൾ സെറ്റ്സ് ഓഫ് ഗ്രാൻഡ് പാരൻസ് ആൻഡ് അതർ റിലേഷൻസ്. അപ്പം ഗ്രാൻഡ് പാരൻസ് ഒക്കെ മൾട്ടിപ്പിൾ സെറ്റ് ആവും. അപ്പോൾ അവരും അവരുടെ റിലേഷൻസും അതെല്ലാം കൂടി ചേർന്നിട്ടുള്ളതാണ് ബ്ലെൻഡഡ് ഫാമിലി. ബ്ലെൻഡഡ് ഫാമിലീസ് ആർ ബിക്കമിങ് മോർ കോമൺ. ഇപ്പോൾ ഈ ബ്ലെൻഡഡ് ഫാമിലീസ് കൂടുതൽ പ്രചാരത്തിലായിക്കൊണ്ടിരിക്കുകയാണ്. ബ്ലെൻഡഡ് ഫാമിലീസ് ആർ ബിക്കം മോർ കോമൺ എസ്പെഷ്യലി ഇൻ ഇൻഡസ്ട്രിയൽ സൊസൈറ്റീസ് ലൈക്ക് ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് പോലെയുള്ള ഇൻഡസ്ട്രിയൽ സൊസൈറ്റീസിൽ ഈ ബ്ലെൻഡഡ് ഫാമിലി സിസ്റ്റം കൂടുതലായിക്കൊണ്ടിരിക്കുകയാണ്, കൂടുതൽ കോമൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. Next, changes in family. Due to changes taking place in the socio-economic and political structure around the globe, there have been changes in structure and relationships in the family. അപ്പോൾ socio-economic or political structure ഗ്ലോബിൽ എല്ലാം ചേഞ്ച് ആവുന്നതിനൊപ്പം ഫാമിലിയുടെ സ്ട്രക്ചറിലും റിലേഷൻഷിപ്പിലും നമുക്ക് ചേഞ്ചസ് കാണാൻ പറ്റും. ടുഡേ ഫോർ മെനി ഇൻഡിവിജ്വൽസ്, families are constructed and maintained through social bonds and support networks instead of biological ties. അപ്പം നേരത്തെ ബയോളജിക്കൽ ടൈസ് ആണ് ഇവരെ കൂടുതൽ അടുപ്പിച്ചുകൊണ്ടിരുന്നെങ്കിൽ മോഡേൺ ടൈംസിൽ ടു മെനി ഇൻഡിവിജ്വൽസ് ഫാമിലീസ് ആർ കൺസ്ട്രക്റ്റഡ് ആൻഡ് മെയിൻറ്റൈൻഡ് ത്രൂ സോഷ്യൽ ബോണ്ട്സ്. സോഷ്യൽ ബോണ്ട് നെറ്റ്വർക്കും ഒക്കെ കൂടിയാണ് ചേർന്നിട്ടാണ് ഫാമിലി ഫോം ചെയ്യാൻ സഹായിക്കണം. ഇൻഡിവിജ്വൽസ് ആർ ഫോമിങ് ഫാമിലീസ് ഓഫ് ചോയ്സസ്. അപ്പോൾ ഇപ്പോൾ ഇൻഡിവിജ്വൽസ് തന്നെയാണ് ഫാമിലീസ് ഫോം ചെയ്യണത് അവരുടെ ഇഷ്ടം അനുസരിച്ച്. ഫാമിലീസ് ഓഫ് ചോയ്സ് ടു ഹൂം ദേ ടേൺ ഫോർ എമോഷണൽ, ഫിനാൻഷ്യൽ ആൻഡ് ഫിസിക്കൽ അസിസ്റ്റൻസ്. ഗ്ലോബൽ കമ്മ്യൂണിക്കേഷൻ സച്ച് ആസ് ദ ഇന്റർനെറ്റ്, ഇമെയിൽ ആൻഡ് സാറ്റലൈറ്റ് ലിങ്കപ്സ് ആർ ഫെസിലിറ്റേറ്റിംഗ് ദീസ് റിലേഷൻഷിപ്പ് ഓവർ സ്പേസ് ആൻഡ് ടൈം. അപ്പോൾ ഈ മോഡേൺ രീതിയിലുള്ള ഇതുപോലെയുള്ള ബന്ധങ്ങൾ ഫാമിലി പുതിയ രീതിയിലുള്ള ഫാമിലീസ് ഫോം ചെയ്യാനായിട്ട് പുതിയ ആധുനിക സൗകര്യങ്ങൾ, ഇന്റർനെറ്റ്, ഇമെയിൽ, സാറ്റലൈറ്റ് ലിങ്കപ്സ് ഇതെല്ലാം സ്പൗസിനെ കണ്ടുപിടിക്കാനും അതനുസരിച്ച് പുതിയ രീതിയിൽ മാരീഡ് ആവാനും ഒക്കെയുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഫാമിലിയുടെ സ്ട്രക്ചറിൽ തന്നെ വളരെയധികം വ്യത്യാസങ്ങൾ വന്നു തുടങ്ങി. വൈൽ ഇൻ ദ പാസ്റ്റ് local mattered, today social relationships are maintained over great distance with ease. There is also change in the way of the families. There is also change in the way the family is perceived. Family life in traditional society was assumed to begin with marriage, proceed through birth and nurturing of children. And now we have to sum up the portions. In this unit, we have studied various aspects of the institution of families. What are the functions of the family? What are the characteristics of the family? Then we began with various definitions of family and then studied how families is different from kins, household and domestic groups. About the three are different. Kins is different from family, household and family, there is a difference. Similarly, domestic group and family, there are also some differences are there. We also studied the main characteristics and functions of family as well as the various types of family. It also included discussion on the emergence of new forms of family and the ചേഞ്ചസ് ടേക്കിംഗ് പ്ലേസ്. ചാപ്റ്ററിൻ്റെ താഴെ കുറെ ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ആൻസർ നിങ്ങൾ തന്നെ വായിച്ചിട്ട് കണ്ടുപിടിക്കുക. എന്നിട്ട് അത് കറക്റ്റ് ആണോ എന്ന് നോക്കാനായിട്ട് ഇവിടെ ലാസ്റ്റ് പേജിൽ ചെക്ക് യുവർ പ്രോഗ്രസ് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അവിടെ ആൻസേഴ്സ് നോക്കുക. ഇനി ഈ ആൻസേഴ്സ് ഒക്കെ സ്മോൾ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് പരീക്ഷയ്ക്ക് വരണമെങ്കിൽ ഇത്രയും തന്നെ മതി. ഇനി ഇത് എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരികയാണെങ്കിൽ ഈ ഓരോ പോയിന്റ്സും നിങ്ങൾ കൂടുതൽ വിപുലീകരിച്ച് എഴുതി കഴിയുമ്പോൾ അതിൻ്റെ എസ് എ ടൈപ്പായി. നമസ്തേ.